നമസ്തേ, ജനം ഡിബേറ്റിലേക്ക് സ്വാഗതം. കോയമ്പത്തൂർ സ്ഫോടന കേസിൽ ജീവപര്യന്തം കഠിന തടവ് ശിക്ഷ അനുഭവിക്കവേ മരണപ്പെട്ട അൽ ഉമ എന്ന ഭീകരവാദ സംഘടനയുടെ സ്ഥാപകൻ എസ് എ ഭാഷയ്ക്ക് വീരോചിതമായ അന്ത്യയാത്രയയപ്പ്. മൃതദേഹം കോയമ്പത്തൂർ ഉക്കടത്തെ വീട്ടിൽ നിന്ന് വടക്കിയ പള്ളിയിലേക്ക് കൊണ്ടുപോയത് 2000-ലധികം പേരുടെ അകമ്പടിയോടെ. 1998 ഫെബ്രുവരി 14 കോയമ്പത്തൂരിനെയും പരിസര പ്രദേശങ്ങളെയും നടുക്കിയ സ്ഫോടന പരമ്പരയ്ക്ക് ഉത്തരവാദിയായ കൊടും ഭീകരവാദിയുടെ അന്ത്യയാത്രാ ആഘോഷത്തിന് സ്റ്റാലിൻ പോലീസും ഒരർത്ഥത്തിൽ ഗാർഡ് ഓഫ് ഓണർ നൽകുകയായിരുന്നില്ലേ? കൊടും കുറ്റവാളിയും ഭീകരനുമായ ഭാഷയെ ആരാധിക്കുന്ന ഒരു സമൂഹം മതതീവ്രവാദം നെഞ്ചിലേറ്റി നടക്കുന്നവരായിരിക്കില്ലേ? കൊല്ലാനും കൊല്ലിക്കാനുമുള്ള പടപ്പുറപ്പാടിൻ്റെ ആരവവും ആവേഗവുമല്ലേ കോയമ്പത്തൂരിലെ ദൃശ്യങ്ങൾ വിളിച്ചു പറയുന്നത്? ജനം ഡിബേറ്റ് ഈ വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഭീകരന് വിശുദ്ധ പദവിയോ? സാമൂഹ്യ നിരീക്ഷകരായ AP അഹമ്മദ്, വിദ്യാസാഗർ ഗുരുമൂർത്തി, പ്രൊഫസർ സ്റ്റാൻലി സെബാസ്റ്റ്യൻ, റിട്ടയേർഡ് SP KM ആൻ്റണി എന്നിവ ചേരുന്നു അതിഥികളായ. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും. ഞാൻ ഈ സംവാദം അഹമ്മദ് മാഷിൽ നിന്ന് ആരംഭിക്കുകയാണ്. മാഷെ, 1998 ഫെബ്രുവരി 14 കോയമ്പത്തൂരിൻ്റെ 12 കിലോമീറ്റർ ചുറ്റളവിൽ 13 സ്ഫോടനങ്ങൾ, 58 നിരപരാധികളാണ് കൊല്ലപ്പെട്ടത്. 200-ലധികം പേർക്ക് പരിക്ക് പറ്റി. BJP നേതാവ് LK അദ്വാനിയായിരുന്നു ഇസ്ലാം മത തീവ്രവാദികളുടെ ലക്ഷ്യം. 26 വർഷങ്ങൾ പിന്നിട്ടിട്ടും കോയമ്പത്തൂർ സ്ഫോടന പരമ്പര ഭീതിതമായ ഒരോർമ്മയായി അവശേഷിക്കുന്നു. അത് അവശേഷിപ്പിച്ച മുറിവുകൾ ഇന്നും ഉണങ്ങിയിട്ടില്ല. ഈ ഒരു പശ്ചാത്തലത്തിലല്ലേ സ്ഫോടന പരമ്പരകളുടെ ആസൂത്രകനും അലുമ സ്ഥാപകനും ഭീകരവാദിയുമായ ഭാഷയ്ക്ക് ലഭിച്ച വീരോചിതമായ യാത്രയയപ്പ് ചർച്ച ചെയ്യേണ്ടത്? അഹമ്മദ് മാഷ്. തീർച്ചയായും നമസ്കാരം. എസ് എ ഭാഷയ്ക്ക് കൊടുത്ത ഈ അന്ത്യാഞ്ജലി ഒരു കാരണവശാലും ന്യായീകരിക്കാനാവാത്തതാണ്. എന്തുകൊണ്ടെന്നാൽ, ഒന്ന്, അതൊരു കൊടിയ കുറ്റവാളി. അദ്ദേഹം ജയിൽ മോചനം നേടിയിട്ടില്ല. അദ്ദേഹത്തിന് ആരോഗ്യ കാരണങ്ങളാൽ അനുവദിച്ച ഒരു പരോളാണ്. യഥാർത്ഥത്തിൽ ആ പരോള് കുറെ കൂടി ഗൗരവത്തോടെ, പരോളിൽ കിടന്ന് പരോൾ സമയത്ത് ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയ ഒരാൾ മരണപ്പെടുമ്പോൾ സത്യത്തിൽ അയാൾ ജയിൽ പുള്ളിയാണ്. ഒരു ജയിൽ പുള്ളിക്ക് എത്ര പ്രായമുണ്ടാകും? 84 വയസ്സുണ്ട്, രോഗിയാണ്, ഒക്കെ ശരിയാണ്. രോഗവും മരണവും ഒന്നും തന്നെ ഒരു ഭീകരവാദിയുടെ പൂർവ്വകാലത്തെ വെളുപ്പിക്കാനുള്ള ഒരു മറയല്ല. സത്യത്തിൽ എനിക്ക് തോന്നുന്നു കോയമ്പത്തൂരിലെ ജയിലധികൃതർ, നമ്മുടെ പ്രധാനപ്പെട്ട ജയിൽ വകുപ്പ് തന്നെ സംസ്ഥാനാടിസ്ഥാനത്തിലും ദേശീയാടിസ്ഥാനത്തിലും കുറെ കൂടി ഗൗരവമായി കൈകാര്യം ചെയ്യേണ്ടിയിരുന്നതാണ് ഈ മരണം. ചില മരണങ്ങൾക്ക് സാമ്രാജ്യത്വം നല്ല മാതൃക കാണിച്ചിട്ടുണ്ട്. ബിൻ ലാദനെ ലോകം മുഴുവൻ വേട്ടയാടി നടന്നിട്ട് പാകിസ്ഥാനിലെ അബാട്ടാബാദിൽ നിന്ന് പിടികൂടി കൊന്നിട്ട് ആ മൃതദേഹം പോലും ഭൂമിയിൽ ആരും കാണാൻ പാടില്ല എന്ന് തീരുമാനിച്ചു അമേരിക്കൻ ഭരണകൂടം. അവര് നടുക്കടലിൽ ആ മയ്യത്ത് കെട്ടി താഴ്ത്തുകയാണ് ഉണ്ടായത്. അതിൽ വലിയ മാതൃകയുണ്ട്. ഒന്ന്, ജനമധ്യത്തിൽ പ്രദർശിപ്പിക്കാവുന്ന ഒരു മാതൃകയല്ല ബിൻ ലാദന്റെ മാതൃക. അതുപോലെ തന്നെയാണ് എസ് എ ഭാഷയുടേതും. അതുകൊണ്ട് നമ്മുടെ ജയിൽ വകുപ്പ്, നമ്മുടെ പ്രധാനപ്പെട്ട ഉത്തരവാദപ്പെട്ട എല്ലാവരും പരോളിൽ കിടന്ന് മരിച്ച ഒരു ജയിൽ പുള്ളിയെ മരണാനന്തര ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് ആ നാട്ടുകാർക്കും അവരുടെ ഭീകരവാദ പ്രസ്ഥാനത്തിനും അവരുടെ അനുയായികൾക്കും വിട്ടുകൊടുത്തത് ശരിയായില്ല എന്നാണ് എനിക്ക് പ്രാഥമികമായി തോന്നുന്ന ഒരു കാര്യം. 2000-ലേറെ പേർ എന്തിനാണ് ആ മനുഷ്യനെ കാണാൻ വന്നത്? ആ മനുഷ്യന്റെ മയ്യത്ത് കൊടുക്കുന്ന സന്ദേശം എന്താണ്? രാജ്യത്തിൽ ഇപ്പോൾ മരണാനന്തരം മുസ്ലിങ്ങൾ മരിച്ചാൽ മരണാനന്തരം നടക്കുന്ന പ്രാർത്ഥനയുണ്ട്. അത് മയ്യത്ത് നമസ്കാരവും അതിനോടനുബന്ധിച്ച പ്രാർത്ഥനകളുമാണ്. ആ പ്രാർത്ഥനകൾക്ക് തന്നെ ദൈവത്തിന്റെ ശാസനകൾ കൃത്യമായിട്ടുണ്ട്. ദൈവം മാത്രം പൊറുക്കേണ്ട പാപങ്ങൾ മാത്രമേ, അതാണ് മരിച്ച മയ്യത്തിന് വേണ്ടി, മയ്യത്ത് ജീവിച്ചിരുന്ന കാലത്ത്
ഒരു ജീവിച്ചിരുന്ന മുസൽമാൻ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് അറിയാതെ പറ്റിപ്പോയ അബദ്ധങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അത് പുറത്തു കൊടുക്കണമേ ദൈവമേ എന്ന് പ്രാർത്ഥിക്കാനാണ് മയ്യത്ത് കാണാനും മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനും ആളുകൾ വരുന്നത്. അതേസമയത്ത് ദൈവശാസനകൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ സഹജീവികളെ ഉപദ്രവിച്ചാൽ, മനുഷ്യനെ കൊട്ടക്കൊല ചെയ്താൽ മനുഷ്യൻ തന്നെ പൊറുക്കണം, ദൈവം പൊറുക്കുകയില്ല. ഈ രാജ്യത്തോട് ചെയ്ത അക്രമം എത്ര മനുഷ്യരെയാണെന്ന് ആലോചിച്ച് നോക്കൂ. കോയമ്പത്തൂരിലെ സ്ഫോടനം മാത്രമല്ല, അതിന് മുമ്പുണ്ട്. ഇപ്പോൾ കോയമ്പത്തൂരിലെ സ്ഫോടനം നടക്കുന്നത് 18 കേന്ദ്രങ്ങളിൽ ഈ 98-ലാണ്. ആദരണീയനായ ഇന്ത്യയുടെ അന്നത്തെ മന്ത്രിയായിരുന്ന LK അദ്വാനിക്ക് നേരെ വെച്ചതാണ്, അദ്വാനിക്ക് ഉൾപ്പെടെ നേരെ മാരകമായ ബോംബുകൾ വെച്ചതാണ്. 18 കേന്ദ്രങ്ങളിലാണ് വെച്ചത്. 18 കേന്ദ്രങ്ങളിൽ നിന്ന് 13 എണ്ണമാണ് പൊട്ടിത്തെറിച്ചത്. ബാക്കിയൊക്കെ പിന്നീട് പോലീസ് കണ്ടെടുത്തു. ഈ 18 കേന്ദ്രങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ 2-3 മാസം മുമ്പ് 97 അവിടെ കോയമ്പത്തൂർ കലാപം നടന്നിട്ടുണ്ട്. കോയമ്പത്തൂരിൽ ഈ കമ്മ്യൂണൽ സ്പർദ്ധയുടെ ഒരു അന്തരീക്ഷമുണ്ട്. അത് വളരെ നേരത്തെ ഉണ്ട്, 80-കൾ തൊട്ടുണ്ട്. പക്ഷേ 92-ൽ ബാബരി മസ്ജിദിന്റെ തകർച്ചയെ തുടർന്ന് ഇന്ത്യയിൽ ഏറ്റവും ഭീകരമായ പ്രസ്ഥാനങ്ങൾ മുസ്ലിം സമുദായത്തിൽ നിന്ന് ഉയർന്നു വന്ന ഒരു പ്രദേശമാണ് കോയമ്പത്തൂർ. അങ്ങനെയാണ് അല്ലുമ്മ ഉണ്ടാകുന്നത്. അതിലൊന്നാണ് ഈ സയ്യിദ് അഹമ്മദ് ബാഷ, SA ബാഷയുടെ അല്ലുമ്മ. അതിലൊന്നാണ്. വേറൊരു ജിഹാദ് കമ്മിറ്റി ഏതാണ്ട് അതേ കാലത്ത് ഉണ്ടായിട്ടുണ്ട്. മുസ്ലിം മുന്നേറ്റ കഴകം ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ പല മുസ്ലിം ഫണ്ടമെന്റൽ ഔട്ട്ഫിറ്റ്സ് ഒരേ സമയത്ത് ഉയർന്നു വന്നിട്ടുണ്ട്. ഈ 93 കാലത്ത് 93-ലാണ് പല 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 ആക്രമണങ്ങൾ തുടർച്ചയായിട്ട് നടന്നിട്ടുണ്ട്. 93 തൊട്ട് 93-ല് മദ്രാസിയിൽ ചെന്നൈയിൽ ഒരു BJP ഓഫീസിന് നേരെ ആക്രമണം നടത്തിയിട്ട് 11 പേരെ അന്ന് കൊന്നിട്ടുണ്ട്. 95-ല് നമ്മൾ ആരും മറക്കാൻ പാടില്ല, 95-ലാണ് ബോംബെ സിനിമ വന്നത്, മണിരത്നത്തിന്റെ. ആ സിനിമയിൽ ഒരു ഹിന്ദു യുവാവ് ഒരു മുസ്ലിം പെൺകുട്ടിയെ പ്രണയിക്കുന്നു എന്ന പേരിൽ മണിരത്നത്തിന്റെ വീടിന് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഈ ഗ്രൂപ്പാണ് അതൊക്കെ. അന്ന് അല്ലുമ്മ SA ഭാഷയുടെ ഗ്രൂപ്പുണ്ട്, ജിഹാദി ഗ്രൂപ്പുണ്ട്, മുസ്ലിം മുന്നേറ്റ കഴകമുണ്ട്. ഇവരൊക്കെ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. 93-ല് നടന്നു. 93-ല് BJP ഓഫീസിന് നേരെ ആക്രമണം, 95-ല് മണിരത്നത്തിന്റെ വീടിന് നേരെ ആക്രമണം, പിന്നെയാണ് 97-ലെ കോയമ്പത്തൂർ കലാപം. കോയമ്പത്തൂർ കലാപത്തിന്റെ നാശനഷ്ടങ്ങളൊക്കെ എത്രയാണ്? കോയമ്പത്തൂർ കലാപത്തിൽ 20 പേര് മരിച്ചു. അതിന്റെ ടോൾ അങ്ങനെയാണ്. അതിൻ്റെ ഒരു സ്കോർ 18 മുസ്ലിങ്ങളും 2 ഹിന്ദുക്കളുമാണ് മരിച്ചത് എന്നാണ് പുറത്ത് പറഞ്ഞത്. ആ 18 പേർക്ക് ആലോചിച്ച് നോക്കൂ, 18 പേർ മരണപ്പെട്ടതിന് പ്രതികാരം ചെയ്യാൻ കോയമ്പത്തൂരിന്റെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ 18 കേന്ദ്രങ്ങളിൽ ബോംബ് പൊട്ടിച്ചിട്ട് കണക്കില്ലാതെ എണ്ണമറ്റ ആളുകളെ കൊല്ലുകയായിരുന്നു ആ ഒരു പ്ലാന്. അതിലാണ് ഏതാണ്ട് 58 പേര് മരിച്ചത് എന്നാണ് സർക്കാരിന്റെ കണക്ക്. 58 പേര് മരിച്ചു, 200-ലേറെ പേർക്ക് പരിക്ക് പറ്റി. ആ കേസിലാണ്. വെറുതെ പിടിച്ചുകൊണ്ടുപോയി അറസ്റ്റ് ചെയ്തല്ലോ ഭാഷയെ. പിന്നെ എത്ര കാലം? 98-ലെ കേസ്, നിരന്തരമായ അന്വേഷണങ്ങൾ, ഇന്ത്യയിലെ എല്ലാ ഏജൻസികളും അന്വേഷിച്ചിട്ടുണ്ട്. അവസാനം അന്വേഷണ കമ്മീഷൻ വന്നു. 2000 തൊട്ട് 2007 വരെ, 2007 തൊട്ടാണ് വിചാരണ. 2007 തൊട്ടാണ് വിചാരണ ആരംഭിച്ചത്. നീണ്ട വിചാരണ, 1300 1500 പേരൊക്കെ സാക്ഷികളായി വിചാരണ ചെയ്തിട്ടാണ്. എല്ലാ നടപടികളും പൂർത്തിയാക്കിയിട്ടാണ് ഇദ്ദേഹത്തെയും കൂട്ടാളി, ഇവരാണ് ഉത്തരവാദികൾ. ഇദ്ദേഹവും 12 കൂട്ടാളികളുമാണ് ഇക്കണ്ടത് മുഴുവൻ ചെയ്തു കൂട്ടിയത്. ഈ അക്രമത്തിന് മുഴുവൻ ഉത്തരവാദികൾ അവരാണ്. നാട് കത്തിച്ചത് അവരാണ്. കോയമ്പത്തൂരിൽ 3 ദിവസം, 97-ലെ കലാപം അങ്ങനെ 3 ദിവസം. 90 എനിക്ക് ഓർമ്മയുണ്ട്, 97 നവംബർ 30 തൊട്ട് നവംബർ 29, 30, ഡിസംബർ 1, 3 ദിവസം കോയമ്പത്തൂരിൽ നിന്ന് കത്തുകയായിരുന്നു. അന്ന് മരണപ്പെട്ടതാണ് ഈ 20 പേര്. അതിന് പ്രതികാരം ചെയ്യാനാണ് 98-ലെ ഈ ബോംബ് സ്ഫോടനങ്ങൾ വെച്ചത്. 58 പേര് മരിച്ചു, 200-ലേറെ പേര് ഭീകരമായ പരിക്ക് പറ്റി. നാശനഷ്ടങ്ങൾക്ക് കണക്കില്ല. നമ്മുടെ നികുതി പണത്തിൽ നിന്ന് 5 കോടിയിലേറെ രൂപ അവിടുത്തെ ഈ കടകൾ കത്തിയെരിഞ്ഞതിന് നഷ്ടപരിഹാരം കൊടുത്തു ഗവൺമെന്റ്. ഏതാണ്ട് 3.5 കോടി രൂപ അവിടെ മരിച്ചുപോയവർക്ക് നഷ്ടപരിഹാരം കൊടുത്തു. അങ്ങനെ ഈ രാജ്യം പേറിക്കൊണ്ട് വന്നതാണ്. അക്കൂട്ടത്തിന് ഇതിനെല്ലാം ഉത്തരവാദിയായ ഒരുത്തനെയും അദ്ദേഹത്തിന്റെ കൂട്ടാളികളെയും ജയിലിലിട്ടതാണ്. ഇദ്ദേഹത്തിന്റെ കൂട്ടാളികൾ കോയമ്പത്തൂർ സ്ഫോടന കേസിൽ പങ്കെടുത്തതിന്റെ പേരിൽ 4-5 പേരെ പോലീസ് വെടിവെച്ച് കൊന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് ഒരു കാരണവശാലും പൊറുക്കാൻ പറ്റാത്തതാണ്. ഞാൻ ചോദിക്കുന്നത്, എന്തിനാണാവോ കോയമ്പത്തൂരിൽ ഈ മഹാഭീകരവാദി മരിച്ചപ്പോൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആളുകൾ പോയത്? പ്രാർത്ഥന പോലും വിഫലമാകുന്ന വേളയാണത്. എന്തിന് പ്രാർത്ഥിക്കണം? പ്രാർത്ഥിച്ചാൽ പൊറുക്കുകയില്ല എന്ന് ദൈവം, മുസ്ലിങ്ങളൊക്കെ വിശ്വസിക്കുന്ന അള്ളാഹു ഖണ്ഡിതമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഞാനും ദൈവവും ഞാനും എൻ്റെ പടപ്പും തമ്മിൽ, വിശ്വാസിയും ദൈവത്തിനും മാത്രം അറിയാവുന്ന സ്വകാര്യമായ കുറ്റങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ പുറത്തു കൊടുക്കും. പക്ഷേ സഹജീവികളെ കൊന്നതിന്, ആക്രമിച്ചതിന്, നാട് കത്തിച്ചതിന്,
കൊലപാതകം നടത്തിയതിന്, ബോംബ് വെച്ചതിന്, നിരപരാധികളെ കൊന്നത് മനുഷ്യൻ പൊറുക്കാത്ത കാലത്തോളം ഞാൻ പൊറുക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആരോട് പൊറുക്കലിനെ തേടിനാണ് ഈ 2000 പേര് പങ്കെടുത്തത്? ഒരു കാരണവശാലും ഒരു മനുഷ്യനെ പോലും മുഖം കാണിക്കാതെ മറവ് ചെയ്യേണ്ടിയിരുന്ന വളരെ 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 ആസൂത്രിതമായി പുറത്ത് പോലും മുഖം കാണിക്കാതെ മറവ് ചെയ്യേണ്ടിയിരുന്ന ഒരു മയ്യത്താണത്. നമ്മുടെ മദനി പോലും ആ കേസിലുണ്ടായിരുന്നു. മദനി പക്ഷേ കഷ്ടിച്ച് വേണ്ടത്ര തെളിവുകൾ ഉണ്ടായില്ല, പോലീസ് കേസ് വേണ്ട വിധം ഫ്രെയിം ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്താക്കിയതാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇത്തരം കേസുകളിൽപ്പെട്ടവർ മരിച്ചാൽ ഇപ്പൊ അങ്ങനെ ഒരു ധാരണയുണ്ട്. മദനിയെക്കുറിച്ച് പോലും കേരളത്തിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം രോഗിയായില്ലേ? ആർക്കും രോഗിയാവും. ആരോഗ്യമുള്ള കാലത്ത് നാട് നശിപ്പിക്കാൻ, രാജ്യദ്രോഹ കുറ്റം ചെയ്യാൻ, സഹജീവികളെ കൊല്ലാൻ, കൂട്ടക്കൊല നടത്താൻ, നിരപരാധികളെ ചുട്ടുകരിക്കാൻ ഒക്കെ കൂട്ടുനിന്നിട്ട് രോഗിയായപ്പോ സിമ്പതി, രോഗിയാവുമ്പോൾ രക്ഷിക്കണം, രോഗിയാവുമ്പോൾ പ്രാർത്ഥിക്കണം, രോഗിയാവുമ്പോൾ ആഘോഷിക്കണം, അല്ലെങ്കിൽ മരിച്ചാൽ അദ്ദേഹത്തെ വാഴ്ത്തപ്പെടണം എന്നൊക്കെ പറയുന്നത് ഒരു കാരണവശാലും രാജ്യത്തിനും മതത്തിനും നിരക്കാത്തതാണ്. വലിയ അക്രമമാണ് കോയമ്പത്തൂർ കാണിച്ചത്. മുസ്ലിം ലോകം ഒന്നാകെ, പ്രത്യേകിച്ച് ഇന്ത്യയിലെ മുസ്ലിം പണ്ഡിതന്മാർ, പണ്ഡിത സഭകൾ ഏകപക്ഷീയമായി അപലപിക്കേണ്ടതാണ് കോയമ്പത്തൂരിൽ ആ മയ്യത്തിന് വേണ്ടി നടന്ന പ്രാർത്ഥന എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഗവൺമെന്റ് കുറെ കൂടി ഗൗരവമായിട്ട് കാണേണ്ടതായിരുന്നു. ആ മയ്യത്ത് പുറം ലോകം കാണിക്കാതെ, പരോള് വാങ്ങി പുറത്തുപോയ ആളെ മരിച്ചു എന്ന് കേട്ടാൽ ആ പരോളിൽ ഇറങ്ങിയ ആളെ കൃത്യമായി തിരിച്ചെടുത്തിട്ട് മറവ് ചെയ്യും. എത്രയോ പേര് അങ്ങനെ നടന്നിട്ടുണ്ടല്ലോ. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജി കൊല്ലപ്പെട്ട സമയത്ത് ബ്രിട്ടീഷുകാരാവട്ടെ, വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജി കൊല്ലപ്പെട്ടപ്പോൾ ആ മയ്യത്ത് പോലും ആർക്കും കാണിച്ചു കൊടുത്തിട്ടില്ലല്ലോ. അതുപോലെ തന്നെ ആലി മുസ്ലിയാർ കോയമ്പത്തൂർ ജയിലിലാണ് മരിച്ചത്. വളരെ സ്വകാര്യമായിട്ട് മറവ് ചെയ്യാൻ ഒരാളെ ഏൽപ്പിക്കാനുണ്ടായത്. ഞാൻ പറഞ്ഞത് ഇതൊക്കെയല്ലേ അതിന്റെ രീതി. ഗവൺമെന്റിനും തെറ്റുപറ്റിയിട്ടുണ്ട്, മുസ്ലിങ്ങൾക്കും തെറ്റുപറ്റിയിട്ടുണ്ട്. ഒരു കാരണവശാലും ആ തീവ്രവാദത്തെ വളർത്താൻ മാത്രം ഉപകരിക്കുകയാണ്. ആലോചിച്ച് നോക്കൂ, 25 കൊല്ലം കഴിഞ്ഞു. 98 നിന്ന് ഇപ്പോൾ 2024 25 കൊല്ലം കഴിഞ്ഞിട്ട് ഇനി ആ അന്തരീക്ഷം ഒരു സമാധാനം ഉണ്ടായിരുന്നു എനിക്ക്. 80കൾ തൊട്ടിൽ കോയമ്പത്തൂരിലും പരിസരത്തും ഒക്കെ കമ്മ്യൂണൽ ആയിട്ടുള്ള വിഭജനം, പോളറൈസേഷൻ വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു. അവിടെ ഹിന്ദു മുന്നണി ഉണ്ടായിരുന്നു, ഈ ഹിന്ദു മക്കൾ കക്ഷി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സമാന്തരമായിട്ട് 90കളിൽ ഈ 92 ബാബരി മസ്ജിദ് തകർച്ചയ്ക്ക് ശേഷം വലിയ തോതിൽ മുസ്ലിം പോളറൈസേഷൻ. ഏത് കാര്യത്തിൽ? മുസ്ലിം കടകളിൽ പോയി സാധനം വാങ്ങാൻ പാടില്ല എന്നപ്പുറത്ത്, ഹിന്ദു കടകളെ ഒറ്റപ്പെടുത്തണമെന്ന് ഇപ്പുറത്ത്, ഇങ്ങനെ വലിയ തോതിൽ കമ്മ്യൂണൽ പോളറൈസേഷന്റെ അന്തരീക്ഷം ഉണ്ടായിരുന്ന ഒരു കോയമ്പത്തൂര് ഏതാണ്ട് സമാധാനത്തിലേക്ക് വന്നത് 98 കേസ് വളരെ നിശിതമായി, വളരെ രൂക്ഷമായി, വളരെ ശക്തമായി അടിച്ചമർത്തപ്പെട്ടപ്പോൾ മാത്രമാണ്. അതിൻ്റെ ഒരു ഗുണമുണ്ടായിരുന്നു അവിടെ. ഇപ്പൊ 25 കൊല്ലം കഴിഞ്ഞപ്പോൾ ഈ മഹാഭീകരവാദിയെ വലിയ തോതിൽ ആഘോഷിച്ചുകൊണ്ട് കൊണ്ടു നടക്കുമ്പോൾ സംഭവിക്കുന്നത് കോയമ്പത്തൂരിന്റെ മനസ്സ് വീണ്ടും വർഗീയമാകാൻ അത് സഹായകമാകും. അത് വലിയ ജാഗ്രത പാലിക്കേണ്ട ഒരു സന്ദർഭമാണ് അക്കാര്യത്തിലും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇക്കാര്യത്തിലൊക്കെ ആർക്കാണോ വീഴ്ച പറ്റിയത് എല്ലാ ഭാഗത്തു നിന്നും ആവശ്യമായ അന്വേഷണങ്ങൾ നടത്തണം. യെസ്, പ്രൊഫസർ സ്റ്റാൻലി, മാഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു ഏരിയയാണ് കോയമ്പത്തൂരിൻ്റെ മനസ്സ് വർഗീയമാകാൻ അത് നിമിഷാർദ്ധങ്ങൾ മതി. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഒരു കൊടും കുറ്റവാളിയുടെ, ഒരു കൊടും ക്രിമിനലിൻ്റെ മയ്യത്ത് വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയ്ക്ക് ജില്ലാ ഭരണകൂടം അനുമതി നൽകിയത്. പോലീസിനിത് തടയാമായിരുന്നു, പോലീസിന് നിരോധനാജ്ഞ പ്രഖ്യാപിക്കാമായിരുന്നു. പക്ഷേ അതിനൊന്നും കൂട്ടാക്കാതെ ഭാഷയുടെ മയ്യത്തും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയ്ക്ക്, അതും 2000-ലധികം പേരുടെ അകമ്പടിയോടുകൂടി നടന്ന ഘോഷയാത്രയ്ക്ക് അനുമതി നൽകിയതിന് പിന്നിലുള്ള ഛേദോവികാരം എന്തായിരിക്കും പ്രൊഫസർ സ്റ്റാൻലി? ഇതിനകത്ത് ഛേദോവികാരം എന്നുള്ള UPA മാഫിയ അന്നുണ്ടായ ഇപ്പോഴത്തെ ഇന്ത്യ അലയൻസ്, അന്നത്തെ UPA മാഫിയാണ് ഈ സ്ഫോടനം അവിടെ സംഘടിപ്പിച്ചത്. കരുണാനിധി ആയിരുന്നു മുഖ്യമന്ത്രി. അവരാണ് ഇത് സംഘടിപ്പിച്ചത്. ഇവർക്ക് വേണ്ട എല്ലാ സഹായം ചെയ്തു. ഇപ്പൊ കരുണാനിധിയുടെ മകനാണ് മുഖ്യമന്ത്രി. ആ ഒരു സ്റ്റേറ്റ് ഫ്യൂണറൽ, ശരിക്കും ഒരു സ്റ്റേറ്റ് ഫ്യൂണറൽ, ഒരു മന്ത്രിയൊക്കെ മരിക്കുന്ന രീതിയിലുള്ള സ്റ്റേറ്റ് ഫ്യൂണറലാണ് തമിഴ്നാട് ഗവൺമെന്റ്. കോൺഗ്രസുകാര്, കോൺഗ്രസുകാര്, DMK-കാര്, LTTE, ജിഹാദി, ഇവാഞ്ചലിസ്റ്റ് തുടങ്ങി സകല ഈ ഇന്ത്യ അലയൻസിലെ സകല ആൾക്കാരും അവിടെ കുമിഞ്ഞുകൂടി ഉള്ള ഇതാണ് നടത്തിയത്. എന്റെ ഓർമ്മ ഈ 1988 തിരിച്ചു പോവുകയാണ്. കാരണം ഞാനൊരു ചെറിയ വ്യത്യാസത്തിൽ ഇതിൽ നിന്ന് രക്ഷപ്പെട്ട ആളാണ്. എനിക്ക് അന്ന് ശനിയാഴ്ച കോയമ്പത്തൂർ ഒരു കോളേജിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഞാൻ അന്ന് ജോലി ചെയ്തിരുന്നത്, അന്ന് ഞാൻ പ്രൊഫസർ ഒന്നുമല്ല, ജൂനിയർ ലെക്ചറാ. അപ്പോ അന്ന് 28 വയസ്സേ ഉള്ളന്ന്. അപ്പൊ ഞാൻ കോയമ്പത്തൂർ എത്തുമ്പോൾ തന്നെ സമയം രാവിലെ 10 മണിയായി.
എറണാകുളത്തിന് അപ്പൊ ഞാൻ അത് മാറ്റി വെച്ചിട്ട് എറണാകുളത്തിന് ടിക്കറ്റ് എടുത്തു സേലത്ത് നിന്ന്. കോയമ്പത്തൂർ രാവിലെ വന്നപ്പോൾ പോലീസ് ചെക്ക് ചെയ്യുന്നുണ്ട്, റെയിൽവേ സ്റ്റേഷനൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെയൊക്കെ ലഗേജ് സ്കാൻ ചെയ്ത് ചെക്ക് ചെയ്തു. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ പോലീസ് പറഞ്ഞു ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്, ഇവിടെ ബ്ലാസ്റ്റ് നടക്കാൻ പോകുന്നു, അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ചെക്ക് ചെയ്യുന്നതാണ്, സഹകരിക്കണമെന്ന് പറഞ്ഞു. ട്രെയിൻ ഒരു 10 മിനിറ്റ് പിടിച്ചിട്ടിട്ട് ട്രെയിൻ വിട്ടിട്ടു. നമ്മൾ വൈകുന്നേരം വീട്ടിൽ ഞാൻ പാലായി വന്ന് TV ഓൺ ചെയ്യുമ്പോൾ കാണുന്നത് കോയമ്പത്തൂർ സ്ഫോടനം നടന്നു എന്നാണ് കാണുന്നത്. ദൈവാനുഗ്രഹം എന്തായാലും അതിൽ നിന്ന് രക്ഷപ്പെട്ടു. അപ്പൊ ഇതിന്റെ രൂക്ഷത, അപ്പൊ ഇതിന്റെ അകത്ത് ആരും അറിയാതെ പെട്ടുപോയപ്പോ വൈകുന്നേരം ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മളും പെട്ടുപോയാണ്. കാരണം എനിക്ക് വൈകുന്നേരം 8 മണിക്കാണ് പാലായിക്കുള്ള വണ്ടി അവിടെ നിന്നുള്ളത്, ബസ്സുള്ളത്, ബസ്സിനാണ് വരുന്നതെങ്കിൽ ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട്. അപ്പൊ ആ മീറ്റിംഗ് ക്യാൻസൽ ചെയ്തുകൊണ്ട് നമുക്ക് അവിടെ ഇറങ്ങേണ്ടി വന്നില്ല, രക്ഷപ്പെട്ടു. അനേകം നിരപരാധികൾ അവിടെ കൊല്ലപ്പെട്ടു. ഇതിലെ ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അതായത് DMKക്ക് ആശിച്ച് മോഹിച്ച് ഭരണം തിരിച്ചു കിട്ടി. ഭരണം അവരെ ജയലളിതയുടെ ഭരണത്തിന് ശേഷം DMKക്ക് ഭരണം തിരിച്ചു കിട്ടിയത് കോൺഗ്രസും DMKയും ജിഹാദിയും കമ്മ്യൂണിസ്റ്റും എല്ലാം കൂടെ ആഘോഷിച്ച ഒരു ഭാഗമാണ്. പാവപ്പെട്ട ഹിന്ദുവിന്റെ മുതുകത്ത് കയറി പാവപ്പെട്ട ഹിന്ദുവിനെ അടിച്ചമർത്താൻ വേണ്ടി, ഹിന്ദു ബിസിനസ്സുകാരെയും കോയമ്പത്തൂരിനെയും അടിച്ചമർത്താൻ വേണ്ടി UPA മാഫിയ, അന്നത്തെ UPA മാഫിയ നടത്തിയ ഒരു ഗൂഢാലോചന തന്നെയാണ് ഇത്. അതിന്റെ പൊളിറ്റിക്കൽ ഗൂഢാലോചനയൊന്നും പിന്നീട് വന്ന അന്വേഷണത്തിൽ കണ്ടുപിടിക്കാനോ തെളിയിക്കാനോ പറ്റിയില്ല. കൃത്യമായ പൊളിറ്റിക്കൽ പിന്തുണയുണ്ടായിരുന്നു. അന്ന് ഈ ബോംബ് സ്ഫോടനത്തിന് സഹായം ചെയ്ത ആൾക്കാർ ഇച്ചിലൂടെ വളർന്നു, അവർക്ക് വീണ്ടും ഭരണം കിട്ടി. തമിഴ്നാട്ടിലെ ഇന്ത്യ അലയൻസ് ആണ് ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷമായ ഇന്ത്യ അലയൻസ്. അപ്പൊ അവര് അന്നുള്ള ആ പിന്തുണ, അന്ന് തീവ്രവാദത്തിന്, ജിഹാദി തീവ്രവാദത്തിന് കൊടുത്ത ആ പിന്തുണ ഇന്നും കൊടുക്കുന്നു എന്നാണ്. എനിക്കൊരു ചെറിയ ആവശ്യം കേന്ദ്ര ഗവൺമെന്റിനോടുണ്ട്. കാരണം ഒത്തിരി പേര് അവിടെ കറുത്ത ഉടുപ്പ് നോക്കിയിട്ട് മുഖമൊക്കെ മറിച്ച് ഒത്തിരി പേരുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഈ പാലസ്തീന്റെ ബാഗും പിടിച്ചോണ്ട് ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഇന്നലെ മിനിയാന്നായിട്ട് പാലസ്തീന്റെ ബാഗും പിടിച്ച ഒരാൾ ഡൽഹി കൂടെ ചുറ്റി കറങ്ങുന്നുണ്ട്. ആ കക്ഷി കൂടെ ഇന്ന് ശവടക്കിന് വന്നിട്ടുണ്ടായിരുന്നോ, മയ്യത്ത് നിസ്കാരത്തിന് വന്നിട്ടുണ്ടായിരുന്നോ എന്ന കാര്യമെങ്കിലും കേന്ദ്ര ഗവൺമെന്റ് ഒന്ന് അന്വേഷിക്കണം. കാരണം പുള്ളിക്കാരത്തിന് മിക്കവാറും ഇവിടെ പൊങ്ങാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇതൊക്കെ എന്താന്ന് ചോദിച്ചാല് ഇന്ത്യയിലെ കോൺഗ്രസിന്റെയും ഇന്ത്യ അലയൻസിന്റെയും നേതാക്കന്മാര് കൃത്യമായിട്ട് ഈ രാജ്യത്തോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കൃത്യമായിട്ട് ഈ രാജ്യം കത്തിക്കൂന്നാണ് രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് ഖാർഗെ ഇന്നലെ പറഞ്ഞത്, രാജ്യം കത്തിക്കൂന്ന്. അപ്പൊ ഇതൊക്കെ എന്താന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ആണേലും കോൺഗ്രസ് ആണേലും ജിഹാദി ആണേലും വലിയ ഭീഷണിയും വലിയ അഗ്രഷനും ഒക്കെ കാണിക്കുകയാണ്. ഹമാസിനെയും ഹിസ്ബുള്ളയെയും പാർലമെന്റിൽ സപ്പോർട്ട് ചെയ്യുക, സ്ഫോടനം നടത്തി ഹിന്ദു ജനോസൈഡ് നടത്തുന്നവരുടെ ശവോടക്ക് ഗവൺമെന്റ് തന്നെ നടത്തുക ഇഷ്ടം. പിന്നെ കോടതിയും ഇക്കാര്യത്തിൽ ഒട്ടും മോശമല്ല, പരോൾ അനുവദിക്കുന്നതിലും ഇവർക്കെല്ലാം ആശ്വാസം കൊടുക്കുന്നതിലും. ഇപ്പൊ ജോസഫ് സാറിന്റെ കൈവെട്ടിയ ആൾക്കാർക്കൊക്കെ ഇഷ്ടം പോലെ ജാമ്യം, ശിക്ഷ കോടതി തന്നെ കമ്മ്യൂട്ട് ചെയ്യുന്നു. അവര് പറയുന്നു കുറച്ചു ദിവസം ജയിലിൽ കിടന്നപ്പോ അവര് നന്നായി എന്ന് കോടതി തന്നെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു. അങ്ങനെ ഈ തീവ്രവാദം നടത്തുന്നവരെയൊക്കെ കാണുമ്പം കോടതിക്കും ജഡ്ജിമാർക്കും ഒക്കെ കണ്ണുനീര് വരുന്നു. എന്തൊക്കെ ദയാലുവാകുകയാണ്. ഇവിടുത്തെ എല്ലാ നിയമങ്ങളെയും ഇതിനെ അതിലംഘിച്ചുകൊണ്ട് ഇവിടുത്തെ ഈ ജിഹാദിനെയും ഭീകരപ്രവർത്തനം നടക്കുന്നവർക്കും കൃത്യമായ പിന്തുണ രാഷ്ട്രീയക്കാരിൽ നിന്നും, ഇന്ത്യ അലയൻസിൽ നിന്നും, പോലീസിൽ നിന്നും, മീഡിയയിൽ നിന്നും, ജുഡീഷ്യറിയിൽ നിന്നും കിട്ടുന്നുണ്ട്. ഇപ്പൊ ഈ കാര്യമൊക്കെ കേരളത്തിൽ ജനം TV അല്ലാതെ വേറെ ആരെങ്കിലും പറയുന്നുണ്ടോ? ജനം TV അല്ലാതെ വേറെ ആരെങ്കിലും ഇത് ഡിസ്കസ് ചെയ്യുന്നുണ്ടോ? അപ്പൊ ഇതിന്റെ അകത്ത് ഒരു കാര്യം എന്താന്ന് ചോദിച്ചാൽ അവല് മലര് കുന്തിരിക്കും. ഇനിയും സ്ഫോടനങ്ങൾ ആവർത്തിക്കും എന്നുള്ള ഭീഷണിയാണ് ഇന്ത്യ അലയൻസും തമിഴ്നാട് ഗവൺമെന്റും ഇക്കാര്യത്തിൽ ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. ഇനിയും ഇതുപോലത്തെ നിങ്ങൾ ഇഷ്ടം പോലെ പൊട്ടിച്ചോ, ഞങ്ങൾ ജാമ്യം തന്നേക്കാം, ബെയില് തന്നേക്കാം, ഞങ്ങൾ നല്ലപോലെ ശവോടക്ക് നടത്തിയേക്കാം, ആഘോഷമാക്കിയേക്കാം, നിങ്ങൾക്ക് സ്മാരകം പണിയാം എന്നുള്ള രീതിയിലുള്ള ഒരു വളരെ അഹങ്കാരം പിടിച്ച ഒരു അവസ്ഥയിലേക്ക് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും എത്തിച്ചേർന്നിരിക്കുന്നു. ഇതൊന്നും പോരാഞ്ഞിട്ടാണ് അന്താരാഷ്ട്ര ജിഹാദികൾക്ക് പാർലമെന്റിൽ പിന്തുണ കൊടുക്കുന്നത്. ഈ വയനാട് MP ഒക്കെ ഇവിടെ കോയമ്പത്തൂർ ഇന്ന് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കേന്ദ്ര ഗവൺമെന്റ് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ഒത്തിരി പേര് മുഖം മറിച്ച് അവിടെ ഉണ്ടായിരുന്നു. ചിലപ്പോൾ പമ്മി വന്നിട്ട് കാണും, ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, വിദ്യാസാഗർ, മതതീവ്രവാദികൾ ഭാഷയെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നേരത്തെ പ്രൊഫസർ സ്റ്റാൻലി ചൂണ്ടിക്കാണിച്ചതുപോലെ സ്റ്റേറ്റ് സ്പോൺസേഡ് ശവമടക്ക് അല്ലേ, പോലീസിന്റെ വക, സ്റ്റാലിൻ പോലീസിന്റെ വക ഗാർഡ് ഓഫ് ഓണറും അല്ലേ? അല്ല, ഇതിൽ അങ്ങേ കേൾക്കാമല്ലോ അല്ലെ? കേൾക്കാം. അപ്പോ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു തീവ്രവാദി, ഒരു ഭീകരവാദി അറസ്റ്റ് ചെയ്യപ്പെടുന്നതിന് മുൻപ് അവൻ എന്തായിരുന്നു എന്നുള്ള ചിത്രം ഇസ്ലാമിക ഭീകരവാദത്തെ സംബന്ധിച്ച് വളരെ പ്രസക്തമാണ്. കാരണം അത് കേവലം ഒരു പ്രത്യേക നിമിഷത്തിൽ പെട്ടെന്നുണ്ടാവുന്ന വികാരത്തിൽ ചെയ്തു പോകുന്ന ഒരു ക്രൈം അല്ല.
മറിച്ച് വളരെ ആസൂത്രിതമായ, അല്ലെങ്കിൽ ചെറുപ്പം മുതലേ തന്നെ തലയ്ക്കകത്ത് കയറിയിട്ടുള്ള മതബോധനത്തിന്റെ വെളിപാടുകളാണ്. അപ്പൊ നമ്മൾ ഈ ഭാഷ, എസ് എ ഭാഷ എന്ന് പറഞ്ഞ ഇവനെ നോക്കിയാൽ തന്നെ അയാള് പിന്നെ എന്തായിരുന്നു ആദ്യത്തെ അയാൾക്കെതിരെയുള്ള കേസ് എന്ന് ചോദിച്ചാൽ 1983 അന്നത്തെ ബി ജെ പി നേതാവായിരുന്ന ജനാ കൃഷ്ണമൂർത്തിക്കെതിരെ, അതുപോലെ തന്നെ തിരുക്കോയിലൂർ സുന്ദരം, ഈ രണ്ടുപേർക്കുമെതിരെ, ജനാ കൃഷ്ണമൂർത്തി, തിരുക്കോയിലൂർ സുന്ദരം, ഈ രണ്ടുപേർക്കുമെതിരെ അറ്റാക്ക് നടത്തിയതിന്റെ പേരിലാണ് ആദ്യമായിട്ട് ഈ ലോകം എസ് എ ഭാഷ എന്നൊരു മതഭീകരനെ പറ്റി അറിയുന്നത്. അപ്പൊ 83 മുമ്പ് എന്തായിരുന്നുള്ള ജോലി എന്ന് വെച്ചാൽ, ഇപ്പൊ 84 വയസ്സിലാണ്, അതായത് പൂർണ്ണായുസിലാണ് മരിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന് മുമ്പിലുള്ള ജോലി എന്ന് പറഞ്ഞാൽ ആ കോയമ്പത്തൂരും പരിസര പ്രദേശങ്ങളിലും ഒക്കെ ഈ വിറക്, അതായത് പിന്നെ അടുപ്പിന് വേണ്ടുന്ന വിറക് കൊള്ളികൾ പിന്നെ കമ്മീഷൻ ഏജൻസിയായി നടത്തുക, വിറക് എത്തിച്ചു കൊടുക്കുക. അപ്പൊ വളരെ മീൻ ജോബാണ്, വളരെ ചെറിയ വരുമാനം കിട്ടുന്ന ജോലിയാണ്. അയാളെ ആരും സസ്പെക്ട് ചെയ്യുന്നില്ല. അപ്പോഴും അയാൾ അതിഭീകരമായ വിദ്വേഷവും ഭീകരവാദവും ഉള്ളിൽ കൊണ്ടിറക്കുന്ന ആളാണ്. 83 ഈ പിന്നെ ജനാ കൃഷ്ണമൂർത്തിയെയും അതുപോലെ തിരുക്കോയിലൂർ സുന്ദരത്തിനെയും ആക്രമിക്കുന്നതിന് മുമ്പ് ഇയാൾ സാധാരണക്കാരനായ ഒരു ശാന്തനായ, ആരും സസ്പെക്ട് ചെയ്യാത്ത ഒരു മുസ്ലിം മാത്രമായിരുന്നു. അത് കഴിഞ്ഞ് ഇയാളുടെ ശിഷ്യന്മാരുണ്ടായി. നമ്മുടെ ഇമ്രാൻ അലിയെ പോലെ, ഹൈദർ അലിയെ പോലെയുള്ള ആളുകളുണ്ടായി. അതിനെപ്പറ്റി പിന്നെ പറയാം. അതിനുശേഷം തന്നെയും ഞാൻ മനസ്സിലാക്കുന്നത് 84 ഇയാളെ പിന്നെ വേറൊരു അസോൾട്ട്, രമാഗോപാലൻ എന്ന് പറയുന്ന ഹിന്ദു മുന്നണിയുടെ നേതാവിനെ ആക്രമിച്ചു. ആ സമയത്ത് ഇയാളെ പിന്നെ 90s ബാബരി മസ്ജിദിൽ തുടർന്ന അറ്റാക്കിൽ ഇയാളെ നാഷണൽ സെക്യൂരിറ്റി ആക്ട് പ്രകാരം അറസ്റ്റ് ചെയ്ത് വെച്ചിരുന്നു. അപ്പോഴൊക്കെ ഇവർ ഇറങ്ങി പോരുന്നത് എങ്ങനെയാണ്? എന്റെ ചോദ്യം, ഈ അകത്ത് കയറുക, പുറത്തു പോവുക, അങ്ങനെ ഈ ഒരു സംവിധാനം, നേരത്തെ സ്റ്റാൻലി സാർ പറഞ്ഞ പോലെ, എങ്ങനെയാണ് ഈ ജുഡീഷ്യറി ഇത്രയ്ക്കും അധപ്പതിക്കുന്നത്? അല്ലെങ്കിൽ ജുഡീഷ്യറി എന്തുകൊണ്ട് ഇത്തരം ഭീകരവാദികൾക്ക് ഇത്ര ഈസി ആയിട്ട് ബെയിൽ കൊടുക്കുന്നു? ഇത് നമ്മൾ ചിന്തിക്കേണ്ട വിഷയമല്ലേ? അപ്പോ ഈ ഭാഷയ്ക്ക് കഴിഞ്ഞ ദിവസം നടത്തിയ ശവ സംസ്കാര ചടങ്ങിൽ ഇത്രയധികം ആളുകൾ പങ്കെടുത്തതിന് ഞാൻ വളരെയധികം ആശങ്കയോടെ കാണുന്ന ആളാണ്. കാരണം ഉക്കടം എന്ന സ്ഥലത്താണ് ഇയാളുടെ വീട്. ഉക്കടം നമുക്കറിയാം, ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പാലക്കാട് കഴിഞ്ഞാൽ വളരെ അടുത്താണ് ബസ് സ്റ്റാൻഡ് വരുന്നത്. ഉക്കടം എന്ന് പറഞ്ഞ ബസ് സ്റ്റാൻഡിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രത്യാക്രമണങ്ങൾ, ഒരുപാട് ജീവൻ പൊലിഞ്ഞ സ്ഥലമാണ്. ഉക്കടം എന്ന സ്ഥലം വളരെ സെൻസിറ്റീവായ ഇസ്ലാമിക് ടെററിസത്തിന്റെ ഒരു എഫിഷ്യൻസറാണ്, ഒരു എന്താ പറയാ, പ്രഭവ കേന്ദ്രമാണ് ഉക്കടം. കോയമ്പത്തൂര്, മധുരൈ തുടങ്ങിയിട്ടുള്ള വെസ്റ്റേൺ സദേൺ കോയമ്പത്തൂർ മുഴുവൻ, തമിഴ്നാടിന്റെ വെസ്റ്റേൺ സദേൺ ഏരിയ മുഴുവൻ ഇസ്ലാമിക ഭീകരവാദികൾ വളരെ രഹസ്യമായി അതിശക്തമായ നെറ്റ്വർക്ക് ഉള്ള സ്ഥലമാണ്. രാമനാഥൻ എന്ന് പറഞ്ഞ ഹിന്ദു മുന്നണി പ്രവർത്തകനെ ഇവർ വെട്ടിക്കൊന്നത് എന്തിന്റെ പേരിലായിരുന്നു? മധുരയില്. അതെന്തിന്റെ പേരിലാന്ന് വെച്ചാൽ അയാളുടെ വീട്ടിലേക്ക് പാംപ്ലെറ്റുകളുമായിട്ടില്ലേ ഇസ്ലാമിനെ പ്രകീർത്തിക്കുകയും വിഗ്രഹാരാധന തെറ്റാണ്, ക്ഷേത്രത്തിൽ പോകുന്നത് തെറ്റാണ്, പിന്നെ അത്തരം ആരാധനകൾ പൈശാചികമാണെന്ന് എഴുതിയ തമിഴിലുള്ള പാംപ്ലെറ്റ് വിതരണം ചെയ്യാൻ വന്ന 2 ഇസ്ലാമിക പ്രവർത്തകരെ ഇദ്ദേഹം ചോദ്യം ചെയ്തു. ഇതൊന്നും ഞങ്ങൾക്ക് തരേണ്ട കാര്യമില്ല, നിങ്ങളെ മതമായിട്ട് പോയിക്കോളൂ, ഞങ്ങളെ ഇത് പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമില്ല, ഞങ്ങൾക്ക് കൃഷ്ണനും ശിവനൊക്കെ തന്നെ മതി എന്ന് പറഞ്ഞതിന്റെ പേരിലാണ്. അല്ലാതെ വൻതോതിൽ ഒരു ആക്രമണം ഇസ്ലാമിനെ അഴിച്ചുവിട്ടതിന്റെ പേരിലല്ല. പിറ്റേ ദിവസം അയാളെ കൊന്നു. അപ്പൊ ശരാശരി ഒരു ഹിന്ദു പ്രവർത്തകന്റെ ആയുഷിന്റെ ബലം ഇസ്ലാമിക ശക്തികളുടെ ദാക്ഷിണ്യം മാത്രമാണ്. എപ്പോഴാണ് ഇത് പറയുന്നത്? നമ്മുടെ ലോകം ജയിച്ചു നിൽക്കുന്ന നരേന്ദ്രമോദി ഭരിക്കുന്ന കാലത്ത് പോലും ഒരു ശരാശരി ഹിന്ദു പ്രവർത്തകൻ, വലിയ ആളുകൾക്കൊക്കെ സെക്യൂരിറ്റി കിട്ടുമായിരിക്കും, ഒരു ശരാശരി പ്രവർത്തകൻ വെറുതെ പറഞ്ഞാൽ മതി, എനിക്ക് എന്റെ മതമാണ് വലുത്, എന്റെ കൃഷ്ണൻ രാമന് മതി, നിന്റെ പാംപ്ലെറ്റ് ഒന്നും ഇവിടെ ഓടാന്ന് പറഞ്ഞാൽ പോലും യു വിൽ ബി ഹാക്ക് ടു ഡെത്ത്, നിങ്ങളെ വെട്ടിക്കൊല്ലും. അപ്പൊ അത്ര ഭീകരമായ വളർച്ചയല്ലേ അത് കണ്ടില്ലെന്ന് നടിക്കുന്നത് കോൺഗ്രസും CPM മാത്രമല്ല BJP കൂടെയാണെന്ന് ഞാൻ പറയേണ്ടി വരും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് ഭരണമുണ്ട്, ഇതിനെ നിലനിർത്താൻ പറ്റുന്നില്ല. ഇത്രയധികം ആളുകളുടെ കൂടി ആ വീടുകളിലെല്ലാം, ഞാൻ പറയുന്നത് ഇത്രയും മാത്രമല്ല, ഇവന്റെ വേറെ ചില തമാടിത്തരങ്ങൾ പറയാം. ഇവനെ അറസ്റ്റ് ചെയ്തു 2003 ഇവനെ അറസ്റ്റ് ചെയ്തപ്പോ അത് അറസ്റ്റ് ചെയ്തിരുന്ന തിരുമംഗലം പോലീസ് സ്റ്റേഷനാണ്. ആ തിരുമംഗലം പോലീസ് സ്റ്റേഷൻ ഈ പറഞ്ഞ ഭാഷയുടെ ശിഷ്യന്മാര്, അല്ലുമ്മയുടെ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ ഇമ്രാൻ അലിയുടെ നേതൃത്വത്തില് പിന്നെ ആ സ്റ്റേഷൻ ആക്രമിച്ചിട്ടാണ് ഭാഷയെ മോചിപ്പിച്ചത്. 2003 ഞാൻ പറയുന്നത്. ഈ അടുത്ത കാലത്ത് പറയാലോ നമുക്ക് വേണമെങ്കിൽ. 2003
അതായത് പുതിയ മില്ലിനിയം വന്നപ്പോൾ പോലും നോക്കണം നിങ്ങൾ, അവർ ധാർഷ്ട്യം നോക്കണം. ഒരു പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചിട്ട് അവിടെ നിന്ന് ഭാഷയെ കടത്തിക്കൊണ്ട് പോയവരാണ് ഈ ഇസ്ലാമിക ഭീകരവാദികൾ. തിരുമംഗലം പോലീസ് സ്റ്റേഷൻ, ആ കേസ് ഹിസ്റ്ററി നോക്കിയാൽ അങ്ങേക്ക് മനസ്സിലാവും. അതൊന്ന്. നേരത്തെ സംസാരിച്ച അഹമ്മദ് പറഞ്ഞല്ലോ 1998 ആ സീരിയൽ ബ്ലാസ്റ്റ് വന്നല്ലോ. ആ സീരിയൽ ബ്ലാസ്റ്റ് ആർക്കെതിരെയായിരുന്നു? LK അദ്വാനിജിയെ കൊല്ലാൻ വേണ്ടി ടാർഗറ്റ് ചെയ്തിട്ടുള്ള ബ്ലാസ്റ്റ് ആയിരുന്നു അത്. ആ ബ്ലാസ്റ്റിൽ 200-ലധികം പേര് ഇഞ്ചേർഡായി, ഏതാണ്ട് 58 പേര് കൊല്ലപ്പെട്ടു. അപ്പൊ ആലോചിച്ച് നോക്കുക, ഇതിന്റെ പ്രഹരശേഷിയാണ് ഞാൻ ചോദിക്കുന്നത്. കേവലം ഒരു സംസ്ഥാനത്തിലെ ചെറിയൊരു ഭാഗമായ കോയമ്പത്തൂരിൽ നടക്കുന്ന, അല്ലെങ്കിൽ കോയമ്പത്തൂരിൽ മാത്രം കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ഭീകര സംഘടനയുടെ ലോക്കൽ പ്രഹരശേഷിയാണ് ഞാൻ പറയുന്നത്. ഒരു പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുക, ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് അതിന് ധൈര്യം വരും? ഇവിടെ പറ്റില്ല. ഇപ്പൊ ഞാൻ ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു സംഗതി പറയാം. ഇപ്പൊ കോഴിക്കോട് കേന്ദ്രീകരിച്ച് നടക്കുന്ന MEC 7, ഈ അനിൽജിക്ക് ഓർമ്മയുണ്ടോ? നമ്മുടെ മുമ്പുള്ള ചർച്ചകളൊക്കെ എടുത്തു നോക്കിയത് ഞാൻ പറഞ്ഞിരുന്നു, പോപ്പുലർ ഫ്രണ്ടിന്റെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ മാറിയതാണ്, അത് തലകുത്തനെയാണ്. ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടവരെല്ലാം തന്നെ നേതാക്കന്മാരല്ല, പ്രോക്സി ലീഡേഴ്സ് ആണ്. അതെ, ശരിയായ ലീഡേഴ്സ് ഇപ്പോഴും ഞാൻ അങ്ങോർക്കുന്നുണ്ട്. ഞാനത് പറഞ്ഞ് ഒരു മാസം തികഞ്ഞില്ലല്ലോ MEC 7 പുറത്തു വന്നപ്പോ. MEC 7 വന്നു. MEC 7 എന്ന് പറഞ്ഞ എന്താണ് മിക്സ്ഡ് എക്സസൈസോ? എന്താണ്? 7 തരം എക്സസൈസുകൾ പഠിപ്പിക്കുക. അതിൽ യോഗയുമുണ്ട്. അനിസ്ലാമികമാണ്, ചെയ്യരുതെന്ന് പല ഇസ്ലാമിക പണ്ഡിതന്മാരും വിളിച്ചു കൂവിയിരുന്ന യോഗ ഇപ്പോൾ അവർ ഉപയോഗിക്കുകയാണ്. നാളെ അവർ സംസ്കൃത പേരുകളിൽ വരും. നോയിക്കോളൂ, ഞാൻ ഈ പറയുന്നത് വെറുതെ പറയില്ല, ഭവിഷ്യവാണി എന്ന് പറഞ്ഞിട്ട് അന്നും പറഞ്ഞത്. കാരണം ഇത് സോഷ്യൽ ഇവരുടെ രീതി നോക്കിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അസുരന്മാര് മായായുദ്ധത്തിൽ വളരെ വിശാരദന്മാരാണ്. അതായത് സീതാദേവി കൊല്ലപ്പെട്ടു എന്ന വ്യാജ വാർത്ത ഉണ്ടാക്കി സീതയുടേത് പോലെയുള്ള ഉടൽ കാണിച്ചു കൊടുക്കുക അവർ ചെയ്തല്ലോ. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, അവരിനി സംസ്കൃത ഭാഷ ഉപയോഗിച്ചുകൊണ്ട് തീർച്ചയായിട്ടും അവര് RSS ആണ് ടാർഗറ്റ് ചെയ്യുന്നത് തോന്നിക്കുന്നെങ്കിലും RSS അല്ല ടാർഗറ്റ് ചെയ്യുന്നത്. അവരാ ടാർഗറ്റ് ചെയ്യുന്നത് ഇവിടെയുള്ള ഇതര കമ്മ്യൂണിറ്റികളെയാണ്. അല്ല, സംസ്കൃതം പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ ഇപ്പോ. പിന്നെ ഞാൻ അതിന്റെ ഒരു വീഡിയോ ഈ അടുത്ത ദിവസം കണ്ടു. ഗംഭീരമായിട്ട് സംസ്കൃതം പഠിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മുടെ കമ്മ്യൂണിറ്റി, ഹിന്ദു കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനെ നാളെ ഒരു പക്ഷേ മേൽശാന്തിമാരുമായിട്ടും തന്ത്രിമാരുമായിട്ടൊക്കെ ഇവർ വരാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. അല്ല, അവർ തന്ത്രിയായിട്ട് വരണമെന്നില്ലല്ലോ. തലയ്ക്ക് വെളിവില്ലാത്ത തന്ത്രിമാരെ വിലക്കെടുത്താലും മതിയല്ലോ. അതെ അതെ. അപ്പൊ ഈ SA ഭാഷയുടെ എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ, വളരെ ചെറിയൊരു ഭൂപ്രവിശ്യയുടെ ഭാഗത്ത് നിൽക്കുന്ന ചെറിയൊരു അല്ലുമ്മയെ സൃഷ്ടിച്ചവനാണ് ഈ ബഷീർ. ഈ ഭാഷയെ പുറത്ത് പ്രകീർത്തിക്കാൻ ഭയം കൊണ്ടും എന്നാൽ ഭാഷയോടുള്ള കടപ്പാട് കൊണ്ടും അവിടെ എത്തിച്ചേർന്ന ആയിരങ്ങളാണ്. യു ഹാവ് ടു ബി അബ്സല്യൂട്ട്ലി കെയർഫുൾ അബൌട്ട് ദി അമൗണ്ട് ഓഫ് പീപ്പിൾ ടേൺഡ് അപ്പ്. എത്ര പേരാണ് അവിടെ വന്നതെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോ സത്യം പറഞ്ഞാൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടതായിട്ട് എനിക്ക് തോന്നുന്നത്, ഇതെല്ലാം വീഡിയോഗ്രാഫ്ഡ് ആണല്ലോ, അതിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ആളുകളെ എല്ലാം തന്നെ ശരിക്കും വീട്ടിൽ കയറിയിട്ട് അവരെ പോലീസ് ആക്ഷനിലൂടെ അവർക്ക് ഇതോടുള്ള ബന്ധം എന്താണെന്ന് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതല്ലേ? എന്തിന്റെ പേരിലാണ് ഈ ഭാഷയ്ക്ക് പിന്നാലെ, ഭാഷ ഒടുങ്ങുമ്പോൾ ഈ ശവശരീരത്തിന് പിന്നാലെ എന്തിനിവർ പോകുന്നു? അതൊരു പർട്ടിക്കുലർ ഒരു മഹലിലെ പ്രശ്നമാണെങ്കിൽ ആ മഹലിൽ ഇത്ര പേരല്ലേ ഉണ്ടാവുള്ളൂ. ആ മഹലിലുള്ള ആളുകളല്ല. പിന്നെ നേരത്തെ അഹമ്മദ് സാഹിബ് പറഞ്ഞതിൽ ചെറിയൊരു തിരുത്തുള്ളത്, അള്ളാഹു അക്രമത്തെ എതിർക്കുന്നു എന്ന് പറഞ്ഞത് എനിക്ക് അത്ഭുതം തോന്നുകയാണ്. അള്ളാഹു തന്നെയല്ലേ ഇത്തരത്തിലുള്ള ദുഷ്ടമായ ക്രൂരമായ ആക്രമണങ്ങളുടെ എല്ലാം പിന്നിലുള്ള പ്രചോദനമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യമാണ്. ഖുറാൻ പല പരിഭാഷ, മുജാഹിദുകളുടെ പരിഭാഷയും സുന്നികളുടെ പരിഭാഷയും ഒക്കെ വായിച്ചതിന്റെ പോട്ടെ, പിന്നെ ലോക പ്രശസ്തമായ ഇംഗ്ലീഷിലുള്ള പരിഭാഷ ഒക്കെ ഞാൻ വായിച്ചതാണ്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ അള്ളാഹു തന്നെയല്ലേ ഇതിന്റെയൊക്കെ മൂല കാരണം, അല്ലാതെ കേവലം നമ്മൾ തെറ്റിദ്ധരിച്ചതല്ലല്ലോ. ഇപ്പൊ ഈ വെറും വിറക് കൊള്ളി കച്ചവടം ചെയ്തിരുന്ന ഇവൻ എങ്ങനെ ഒരു അന്താരാഷ്ട്ര ഭീകരവാദിയെ പോലെ പെരുമാറുന്നു? അപ്പൊ അവന്റെ പിന്നിലുള്ള ആ ആശയമല്ലേ ഏറ്റവും വലിയ ശത്രു? ആ ആശയം അള്ളാഹു അല്ലേ കൊടുക്കുന്നത്? മാത്രമല്ല, ഈ ഖുറാനിലെ അവസാനത്തെ ചാപ്റ്റർ ആയിട്ടുള്ള അൽ തൗബ, ആ തൗബയിൽ മാത്രമേ ബിസ്മി ചൊല്ലാത്ത ഒരു അധ്യായമുള്ളൂ. ആ അവസാനത്തെ അധ്യായത്തിന് വലിയ പ്രാധാന്യമാണത്രേ. അത് 9ാമതായിട്ടാണ് വരുന്നത്, 9ാമത്തെ അധ്യായമായിട്ടാണ് വരുന്നത്. ആ തൗബയില്, സൂറത്തു തൗബയില് എന്താണ് പറയുന്നത്? ബഹുദൈവ ആരാധകരുമായിട്ടുള്ള ആരാധകരുള്ള കരാർ ഇതുവരെ കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഹുദൈബിയ ട്രീറ്റിയാണ് പറയുന്നത്. ആ ട്രീറ്റി ഏകപക്ഷീയ ലംഘിച്ചത് മുഹമ്മദ് തന്നെയല്ലേ?
എന്നിട്ട് അങ്ങോട്ട് ആക്രമിക്കുക എന്നുള്ളത് നിങ്ങൾ അവരെ ഈ വിശുദ്ധ മാസം കഴിഞ്ഞാൽ കണ്ടെത്തിയെടുത്ത് വെച്ച് കഴുത്തറുത്ത് കൊന്നുകളയുക, അവരുടെ സന്ധികൾ തോറും വെട്ടുക, അവരെ പതിയിരുന്ന് ആക്രമിക്കുക എന്നൊക്കെ പറഞ്ഞത് ഗുരുമൂർത്തിയോ ചാൻഡിയോ അല്ലല്ലോ. ഈ പറഞ്ഞത് മുഴുവൻ അള്ളാഹു അല്ലേ. അപ്പൊ ഒരു ദൈവം തന്റെ സ്വന്തം സൃഷ്ടികളിൽ ഒരു വിഭാഗക്കാരെ വിശ്വാസികളായും മറുവിഭാഗങ്ങൾ അവിശ്വാസികളായിട്ടും അവരെ തമ്മിൽ കൂട്ടിയിടിപ്പിച്ച് ചോര കുടിക്കുന്ന ഒരു കുറുക്കനാണോ എന്ന് പോലും ഈ ഖുർആൻ വായിക്കുമ്പോൾ എനിക്ക് സംശയം തോന്നാറുണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കും, മഹാഭാരതത്തിലെ യുദ്ധമില്ലേ? മഹാഭാരതത്തിൽ ഹിന്ദുവും മുസ്ലിമും തമ്മിലോ ഹിന്ദുവും ക്രിസ്ത്യാനിയും തമ്മിലുള്ള യുദ്ധം അതൊരു കുടുംബത്തിന്റെ വഴക്കാണ്, ഒരു കുലത്തിന്റെ വഴക്കാണ്. അവർ രണ്ടുപേരും ശ്രീകൃഷ്ണനോട് ബഹുമാനമുള്ള ആൾക്കാരായിരുന്നു. അത് വ്യത്യസ്തമായ ഒരു സംഗതിയാണ്. ഇതര മതത്തിനെ ആക്രമിക്കാനല്ലല്ലോ അത് പറയുന്നത്. ഇങ്ങനെയുള്ള ചില വിഷയങ്ങളുണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്നത്, ഞാൻ അന്നും പറഞ്ഞിരുന്നു, ഈ സ്വാമി ശ്രദ്ധാനന്ദ എന്ന് പറയുന്ന ആര്യ സമാജത്തിന്റെ നേതാവിനെ കൊന്നത് ഏറ്റവും ശാന്തരായ മുസ്ലിങ്ങളാണ്. അക്രമം പാടില്ല, ഇസ്ലാം അക്രമത്തെ വെറുക്കുന്നു എന്ന് പറഞ്ഞു നടന്നിരുന്നവരാണ് ശ്രദ്ധാനന്ദയ്ക്ക് നേരെ നിറയൊഴിച്ചത്. അല്ലാതെ പിന്നെ കോഴിക്കോട് ഒരു വിഷയത്തുണ്ട്, അവന്റെ പേര് മുജാഹിദ് ബാലുശ്ശേരിയെ പോലുള്ള അക്രമം പ്രസംഗിക്കുന്നവരല്ല ഒരിക്കലും ഇസ്ലാമിന് വേണ്ടി വെട്ടാൻ പോയിട്ടുള്ളത്. ഭാഷയെ പോലെ പുറത്തൊന്നും പറയാതെ ഇസ്ലാം ശാന്തിയാണെന്ന് പറയുന്നവരാണ് ഏറ്റവും വലിയ അക്രമികൾ എന്നുള്ളത് കരുതിയിരിക്കണം. ഇത് ടെററിസത്തിന്റെ വളരെ ദ വേസ്റ്റ് ഫോം ഓഫ് ടെററിസമാണ് ഇസ്ലാമിൻ്റെത്. ഇപ്പോ ഹിറ്റ്ലർ പറഞ്ഞുകൊണ്ടാ കൊന്നത്. ഹിറ്റ്ലർ പറഞ്ഞു ഞങ്ങൾ കൊല്ലും എന്ന് പറഞ്ഞുകൊണ്ടാ കൊല്ലുന്നത്. ഇസ്ലാമിൽ കരുതിയിരിക്കേണ്ടത് ഈ കുഞ്ഞാപ്പയെ പോലെ യോഗ പഠിക്കാൻ പോകുന്നവരെയാണ്. അവർ കൈ നനയാതെ മീൻ പിടിക്കുകയാണ്. ഈ കുഞ്ഞാലിക്കുട്ടിക്കൊക്കെ വല്ല ഉത്തരവാദിത്വം ഉണ്ടോ? അപ്പൊ ഈ സംഘടന രൂപപ്പെടുത്തിയിരിക്കുന്നത് വളരെ ആസൂത്രിതമായിട്ടാണ്. യോഗ, തായ്ചി, മറ്റത് മറിച്ചതെന്ന് പറഞ്ഞിട്ട് സ്ത്രീകളും പുരുഷന്മാരും തുള്ളിച്ചാടുന്നത്, അതിന്റെ പിന്നിൽ വളരെ വിപുലമായൊരു പ്ലാനിംഗ് ഉണ്ട്. ഞാനിത് പറഞ്ഞിരുന്നു അങ്ങയോട്. ഇപ്പോൾ NIA അറസ്റ്റ് ചെയ്തിരിക്കുന്ന ഭീകരന്മാർ പുറത്ത് അവർ കൊടുക്കുന്ന ഇരകൾ മാത്രമാണ്. ബെയ്റ്റ് എന്ന് പറയും. ആ ബെയ്റ്റ് കൊടുത്തിരിക്കുകയാണ്. എന്തിനാണ്? then they'll start afresh. They have already started it. മെക്കില് വരുന്ന MEC7 വരുന്ന ആളുകളുടെ എണ്ണം കണ്ടില്ലേ? അതും വെളുപ്പാങ്കാലത്ത്. ഇന്നത്തെ സ്ഥിതിക്ക് എന്റെ ചോദ്യം, 2003 ഈ ഭാഷയെ അറസ്റ്റ് ചെയ്ത് തിരുമംഗലം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുമ്പോൾ ഏതാണ്ട് അതേ സമയത്താണ് കോഴിക്കോട് മാറാട് കടപ്പുറത്ത് മെയ് 1-ാം തീയതി, മെയ് 2-ാം തീയതിയാണ് പുഷ്പരാജൻ അടക്കമുള്ള 9 പേരെ വെട്ടി നുറുക്കിയത്. അതേ വർഷം 2003. അപ്പോ എന്നിട്ട് ഇവിടെയുള്ള RSS വളരെ വിപുലമായ, ഇന്ത്യയിൽ ഏറ്റവും പഴക്കമുള്ള ഏറ്റവും വിപുലമായ സംഘടനാ സംവിധാനമുള്ള സംഘടനയാണ് RSS. എന്നിട്ട് RSSന്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഒരു തിരിച്ചടി ഈ പറഞ്ഞ ഇസ്ലാമിക ഭീകരവാദികൾക്കുണ്ടായോ? ഇല്ല. അപ്പോൾ 2024 നമ്മളിൽ ആരെയെങ്കിലും കൊന്നാൽ എന്ത് തിരിച്ചടി ഉണ്ടാവുന്നതാണ് ഞാനും അങ്ങും കരുതേണ്ടത്. അപ്പൊ അവർ പറയുന്ന മറുവാദമുണ്ട്, RSSനെ കൊണ്ട് തിരിച്ചടിപ്പിക്കാൻ നിങ്ങൾക്ക് തിരിച്ചടിച്ചുകൂടെ? ഞാൻ ഈ വല്ലാത്ത മെയ്വഴക്കമൊന്നും പഠിച്ചിട്ടില്ല. ആകെ ഉള്ളത് വായിക്കും, ചിന്തിക്കും, സമൂഹത്തെ ഒബ്സർവ് ചെയ്യും, അത് പുറത്തു പറയും. അപ്പൊ ഈ പുറത്ത് പറയുന്നവരെയാണ് അവർ കൊല്ലുന്നത്. ഇപ്പൊ സ്റ്റാൻലി സാറ് നാളെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഈസിയാണ്, ഒരു ചവിട്ട് പഠിച്ചു കൊടുത്ത് പുറത്തേക്ക് തെറിപ്പിച്ചാൽ കൊന്നു. അയാളുടെ കുടുംബം അല്ല, ഞാൻ പേടിപ്പിക്കല്ല, യാഥാർത്ഥ്യമാണ്. അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇസ്ലാമിക ഭീകരവാദം ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. മുഹമ്മദ് നബിയുടെ കാലഘട്ടത്തിൽ നബിയെ വിമർശിച്ചുകൊണ്ട് ഒരു സ്ത്രീ ഒരു കവിത എഴുതി. അത് ഹദീസിലുണ്ട്. ആ കവിതയിൽ മുഹമ്മദ് നബിയുടെ ചെയ്തികളെ വിമർശിച്ചുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. ആ സമയത്ത് അദ്ദേഹം കൂടെയുള്ള അലിയോട് പറഞ്ഞത്, ഉടൻ പോയി അവളെ കൊന്നിട്ട് വരിക. അവളെ കൊല്ലുന്നത് എങ്ങനെയാ കൊന്നെന്നറിയോ? ആ പെൺകുട്ടി 2 മാസം പ്രായമുള്ള കുഞ്ഞിനെ മുല കൊടുത്തോണ്ടിരിക്കുമ്പോഴാ കൊന്ന. കുഞ്ഞിനെ അടക്കമാണ് കൊന്നത്. ഇതാണ് ഇസ്ലാം. ആ കുഞ്ഞിനെ സ്പെയർ ചെയ്തില്ല. മുഹമ്മദിന്റെ ഒരു കൂട്ടുകാരൻ അബൂബക്കർ മുഹമ്മദിനോട് പറയുന്നുണ്ട്, പിന്നെ പ്രവാചകരെ, ഞങ്ങൾ യുദ്ധത്തിൽ ഇടപെടുമ്പോ ഈ അവിശ്വാസികളുടെ കുഞ്ഞുങ്ങളെയും കൊല്ലാറുണ്ടെന്ന്. ഉടനെ അദ്ദേഹത്തിന് മറുപടിയാണ്, അത് നന്നായി, അവിശ്വാസികളുടെ കുഞ്ഞുങ്ങളല്ലേ, അവരെ കൊന്നതിൽ പാപമില്ല. ഇതൊക്കെ ഏത് ഏത് ഹദീസാണെന്ന് ഓരോന്നും എടുത്തു പറയാം. ഞാൻ എല്ലാം എടുത്തു പറയേണ്ട കാര്യമില്ല. രാം സ്വരൂപ് എഴുതിയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഇസ്ലാം ത്രൂ ഹദീസ് എന്ന പുസ്തകം മാത്രം വായിച്ചാൽ മതി. അതിൽ കോട്ട് ചെയ്തിട്ടുണ്ട് ഓരോ പേജും, നമ്പർ അടക്കം. അപ്പൊ ഞാൻ പറഞ്ഞതിനർത്ഥം ഇസ്ലാം വിശ്രമിക്കുന്നില്ല. അങ്ങേക്ക് ഓർമ്മയുണ്ടല്ലോ, ഇവർ ഉപയോഗിക്കുന്ന കോഡുകൾ പറഞ്ഞപ്പോ നമ്മുടെ ആരിഫ് ഹുസൈൻ ഒന്ന് കളിയാക്കിയിട്ട് ഇതൊക്കെ ഗുരുമൂർത്തി തുറന്നു പറഞ്ഞ അവർ കോഡ് മാറ്റില്ലേട്ട് കളിയാക്കി ചോദിച്ച ഓർമ്മയില്ലേ? ഇപ്പൊ പുതിയ കോഡുകളാ ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഞാനൊരു മറുപടി പറഞ്ഞു, കമ്പിവേലി കെട്ടി കൊടുക്കുന്നതൊക്കെ മാറ്റി. അവർ മാറ്റിയിട്ട് ഇപ്പൊ യോഗയാണ്, ശാരീരിക വ്യായാമമാണ്, ഹെൽത്ത് കോൺഷ്യസ് ആണ്. അതിൽ ഹിന്ദുക്കളും വരും,
ക്രിസ്ത്യാനികളും വരും. പക്ഷെ മെസ്സേജ് കൈമാറുന്നത് എപ്പോഴും ടാർഗറ്റ് കമ്മ്യൂണിറ്റിയിൽ മാത്രമായിരിക്കും. ഇത് നമ്മൾ വിചാരിക്കുന്നില്ല, ഏത് നിമിഷം നമ്മളൊക്കെ താമസിക്കുന്ന ജീവിക്കുന്ന അഗ്നിപർവ്വതത്തിന് മുകളിൽ കിടന്നുറങ്ങുന്ന വിഡ്ഢികളാണ് നമ്മൾ. ഇറ്റ് ക്യാൻ ഇറപ്റ്റ് എനി മൊമെന്റ്. ഏത് നിമിഷവും പൊട്ടിത്തെറിക്കും. തീർച്ചയായും. കോയമ്പത്തൂർ എന്ന് പറഞ്ഞാൽ പാലക്കാട്, തൃശ്ശൂര്, എറണാകുളം ഭാഗത്തേക്ക്, മലപ്പുറം, പെരിന്തൽമണ്ണ, മലപ്പുറം ഭാഗത്തേക്ക് ഏറ്റവും ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്ന സ്ഥലമാണ് കോയമ്പത്തൂർ എന്ന മറ്റൊരു സംസ്ഥാനം പോലെയായിട്ട് നമുക്ക് തോന്നാറില്ല, തമിഴ്നാടിന്റെ ഭാഗം തോന്നാറില്ല. ഒരു അതിർത്തി കടന്ന് പിന്നെ വാളയാർ കടന്ന് കോയമ്പത്തൂരായി. അപ്പൊ അവിടെ ഇത്രയും വലിയൊരു ഭീകര സെറ്റപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് പേടിക്കേണ്ടത് കോയമ്പത്തൂരുകാരല്ല, പാലക്കാട്ടുകാരാണ്. അഗ്രഹാരത്തിൽ എന്റെ അടക്കം ബന്ധുക്കളുള്ള അഗ്രഹാരത്തിൽ കിടന്നുറങ്ങുന്നവര് ഇപ്പൊ ഷാഫിയുടെ ആൾക്കാർ വോട്ട് ചെയ്തിരിക്കുന്നത്, കോൺഗ്രസിനെ ജയിപ്പിച്ചിരിക്കുന്നത് കൽപ്പാത്തി അടക്കമുള്ള സ്ഥലങ്ങളിൽ. ഞാൻ എന്റെ സ്വന്തം ബന്ധുക്കളെ കൂടിയാണ് ഇതിൽ പ്രതി ചേർക്കുന്നത്. പാലക്കാട് BJPയുടെ കാൻഡിഡേറ്റിനെ തോൽപ്പിച്ചു, പകരം വിജയിപ്പിച്ചിരിക്കുന്നത് ഷാഫിയുടെ കാൻഡിഡേറ്റിനെയാണ്. ഷാഫി ഭീകരവാദിയാണോ അല്ലോ എന്നുള്ള ചോദ്യത്തിന് ഞാൻ ഇപ്പം മറുപടി പറയുന്നില്ല. കോൺഗ്രസിൽ പ്രവർത്തിച്ചാൽ ഭീകരവാദികളോട് സന്ധി ചെയ്തേ തീരൂ. അത് ഷാഫി ആണെങ്കിലും സതീശനാണെങ്കിലും അതിൽ പേരിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി അതിന്റെ ടെനറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻ ഇസ്ലാമിക് പാർട്ടി. Nobody can survive in that party criticizing Islam. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി അവിടെ വിജയിപ്പിച്ച് വിട്ടപ്പോ നിങ്ങൾ ചിന്തിക്കണം, കോയമ്പത്തൂരിൽ വലിയൊരു ശക്തമായ ജിഹാദി നെറ്റ്വർക്ക് ഉണ്ട്. അതിനൊരു കാറ്റ് വരുന്നതിനേക്കാൾ വേഗത്തിൽ പാലക്കാട്ടേക്ക് കടന്നു വരാൻ പറ്റും. നമ്മളെല്ലാം ഇപ്പൊ സുഖമായിട്ട് ഉറങ്ങാണ്. ഈ ചൂരൽമലയിലെ ദുരന്തം വരുന്നതിന് തലേന്ന് എങ്ങനെ നമ്മൾ ഉറങ്ങിയത്? സുഖമായിട്ട് ഉറങ്ങി. പിറ്റേന്ന് നമ്മുടെ അവസ്ഥ എന്തായിരുന്നു? ഇതിനേക്കാൾ പ്രകൃതി ദുരന്തത്തെക്കാൾ വേഗത്തിൽ വണ്ണണയുന്ന ഒരു അപകടമാണ് ഇസ്ലാമിക ഭീകരവാദം. അത് ഇതുവരെ മനസ്സിലാവാത്തവർ ഇനിയുണ്ടെങ്കിൽ ദയവേത് ഈ ലോകത്ത് നിന്ന് പെട്ടെന്ന് ആത്മഹത്യ ചെയ്യുന്നതാണ്. കാരണം ഒരു പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്ത പ്രതിയെ പോലും ആംഡ് ആയിട്ടുള്ള, അതായത് ആയുധങ്ങൾ ഏന്തിയിട്ടുള്ള ആളുകൾ പെട്ടെന്ന് കടന്നു ചെന്ന് ആക്രമിച്ച് രക്ഷപ്പെടുത്തും വിധമുള്ള ശാരീരിക ക്ഷമതയും, അന്ന് മുമ്പ് ചർച്ച ചെയ്ത വിഷയമാണ് പാലക്കാട് ശ്രീനിവാസ് ചേട്ടനെ കൊന്ന വിധം. ഇങ്ങനെ ആരെയും ടാർഗറ്റ് ചെയ്ത് കൊല്ലാനും അതിന് തിരിച്ചടി ഇല്ലാതെ രക്ഷപ്പെടാനും കേവലം നിയമ സംവിധാനങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന മറ്റ് രണ്ട് സമൂഹങ്ങളും, ഹിന്ദു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റികളും കോടതിയാണ് ദൈവമായിട്ട് കാണുന്നത്. കോടതി രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കോടതി എന്താ ചെയ്യുന്നത്? ഇവർക്ക് മുട്ടിന് വിട്ടൊരു ജാമ്യം, പിന്നെ ജയിലിൽ ദഫുമുട്ടാൻ സൗകര്യം. ആലോചിച്ച് നോക്കണം. അപ്പൊ ഈ ഒരു വലിയ അപകട സന്ധിയെ തരണം ചെയ്യാൻ നമുക്ക് ഏക ആശ്രയം നമുക്ക് ഇപ്പോഴുള്ള കേന്ദ്രത്തിലെ ഭരണമാണ്. അവരാകട്ടെ പഴയ പിന്നെ ചിന്തകളൊക്കെ വെടിഞ്ഞ് രഘുപതി രാഘവ രാജാറാം ഗാന്ധിയൻ മാർഗത്തിലാണ് ചരിക്കുന്നത്. രക്ഷാകവചം എന്ന് പറയുന്നതിൽ തുള വീണാൽ അത് യോദ്ധാവിന്റെ മരണമാണ്. ഞാനോ മറ്റൊരാളോ ഇതുപോലെ തുറന്ന് ഇസ്ലാമിനെ വിമർശിക്കുന്ന ആരും അവരുടെ കൊലക്കത്തിയുടെ ലിസ്റ്റിൽ ഉണ്ടെന്നുള്ളത് ഉറപ്പാണ്. ഇസ്ലാമിനെ നമ്പിയിട്ട് ഇതൊരു സമാധാന മതമാണെന്ന് ആരെങ്കിലും അവതരിപ്പിക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹു കുറ്റവിമുക്തനാണെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ, പ്രവാചകൻ ശാന്തനും മറ്റേ നാരായണ ഗുരു എഴുതിയ പോലെ മുത്തുരത്നമോ എന്ന് ആരെയും വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇത് അപകടകരമായ ഒരു ബോംബാണ്. നമ്മൾ അതിന്റെ മേലെ കിടന്നുറങ്ങുകയാണെന്ന് മാത്രമേ ഇപ്പൊ പറയാനുള്ളൂ. ഓക്കെ, നമ്മളൊരു ഷോർട്ട് നോട്ടീസിലാണ് ആന്റണി സാർ കൂടി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആന്റണി സാർ, താങ്കൾ ഉക്കടം ഏരിയയിലെ ഒരു പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നെങ്കിൽ മയ്യത്ത് ഘോഷയാത്രയ്ക്ക് അനുമതി നൽകുമായിരുന്നു. പ്രത്യേകിച്ച് വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു ഏരിയയാണ് ഈ ഉക്കടം മേഖല, കോയമ്പത്തൂരിൻ്റെ നഗരപ്രദേശം. മാത്രമല്ല നിരവധി ബോംബ് സ്ഫോടനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു സ്ഥലം കൂടിയാണ്, അല്ലേ? ഇപ്പോൾ ജീവപര്യന്തം കഠിന തടവ് അനുഭവിക്കുന്ന ഭാഷ, അയാളുടെ അനാരോഗ്യം കാരണമാണ് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയത്. അപ്പോൾ ജയിലിൽ വെച്ച് മരിക്കേണ്ട ഒരാളായിരുന്നു അയാൾ, അല്ലേ? അപ്പോൾ സ്വാഭാവികമായി ഒരു കൊടുംകുറ്റവാളി മരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഇത്രയും വീരോചിതമായിട്ടുള്ളൊരു യാത്രയയപ്പിന് കളമൊരുക്കി കൊടുക്കാൻ ജില്ലാ ഭരണകൂടം തയ്യാറായത് ശരിയാണോ? അൽനബിയാർ, ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഇതിന് ജില്ലാ ഭരണകൂടം ഇതിന് പിന്തുണ പ്രഖ്യാപിച്ചോ അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല, എന്നെ സംബന്ധിച്ചിടത്തോളം. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സൗത്ത് ഇന്ത്യയില് ഇന്നേ വരെ ഉണ്ടായതിൽ ഏറ്റവും ഭീകരമായിട്ട് ഉള്ള ഒരു സംഭവമാണ് 1998 ഫെബ്രുവരി 14 ആ 58 നിരപരാധികളായ വ്യക്തികളുടെ മരണത്തിലും 200-ലധികം ആളുകൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്ത ഒരു വലിയ സ്ഫോടന പരമ്പരയാണ്. കോയമ്പത്തൂർ സിറ്റിയുടെ വിവിധ ഭാഗങ്ങളിൽ 12 കിലോമീറ്ററിനുള്ളില് വിവിധ ഭാഗങ്ങളിൽ 12 ബോംബുകളാണ് വെച്ചത്. സാധാരണ ബോംബുകളല്ല, ഉഗ്രപ്രകര ശേഷിയുള്ള ഡിറ്റനേറ്ററും
ടൈമിങ്ങും ആ ടൈമർ ഡിവൈസുമുള്ള ബോംബുകളാണ്. നമ്മൾ പറയുന്ന ടൈം ബോംബ്, ഉഗ്ര മാരക ശേഷിയുള്ളത്. വെറും നിരപരാധികളെ കൊന്നൊടുക്കുകയായിരുന്നു ആ 58 പേരെ. അതുപോലെ തന്നെ ആ 200-ലധികം മറ്റാളുകളെയും, അതുപോലെ തന്നെ കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടവും പറ്റി. ഇന്നേ വരെ കണ്ടിട്ടില്ലാത്തത്. നമ്മളിപ്പോ കോയമ്പത്തൂർ എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കോയമ്പത്തൂര് വളരെ വിദൂരമായിട്ടുള്ള ഒരു സ്ഥലമൊന്നുമല്ല. വളയാർ ബോർഡറിൽ നിന്ന് വെറും 25 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. കേരളത്തിലേക്ക് മുമ്പ് പറഞ്ഞതുപോലെ കേരളത്തില് പാലക്കാടും മലപ്പുറവും അതുപോലെ തന്നെ തൃശ്ശൂരുമെല്ലാം ഉൾപ്പെടുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ്. ഒരു കാരണവശാലും ഈ രീതിയിലുള്ള ഒരു ഘോഷയാത്രയ്ക്കോ അങ്ങനെയുള്ള ഒരു ഇതിനോ അനുവദിക്കാൻ പാടില്ലായിരുന്നു. ഒരു പക്ഷേ അനുവാദം കൊടുത്തത് ഈ രീതിയിലൊരു വലിയ ആൾക്കൂട്ടം എത്തുമെന്നുള്ള പ്രതീക്ഷയിലായിരിക്കില്ല. നമുക്ക് അറിഞ്ഞുകൂടാ, അതിന്റെ നിജസ്ഥിതിയെ പറ്റി നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇത് നൽകുന്ന സന്ദേശം വലിയ ദൂരവ്യാപകമായ അവിടെ സ്പെഷ്യൽ ബ്രാഞ്ചും ഇന്റലിജൻസ് വിങ് ഒക്കെ ഉണ്ടാവുമല്ലോ പോലീസിന്. തീർച്ചയായിട്ടും അങ്ങനെ നടത്താൻ പാടില്ലായിരുന്നു. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് നിശബ്ദമായ ഒരു സമ്മതമോ അനുമതിയോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. അല്ല, നിരോധനാജ്ഞ പ്രഖ്യാപിക്കേണ്ടതായിരുന്നില്ലേ ആന്റണി സാറേ? നിരോധനാജ്ഞ പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് മുൻകൂട്ടി പറയാൻ നമുക്കിങ്ങനെ ആള് വരുമോ ഇല്ലയോ, എന്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. അപ്പം അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഘോഷയാത്ര നടത്തിയതിന് അനുമതി കൊടുത്തോ ഇല്ലയോ എന്നുള്ളതല്ല. അതിലപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, ഈ പറഞ്ഞ അലൂമ അവിടെ അതായത് ഗോകുലകൃഷ്ണൻ എന്ന് പറഞ്ഞ ജസ്റ്റിസ് അന്വേഷണം നടത്തി അലൂമ എന്ന് പറയുന്ന ആ സംഘടനയാണ് ഈ സ്ഫോടന പരമ്പരകൾക്കും കൊലപാതകങ്ങൾക്കും എല്ലാം ഉത്തരവാദി എന്ന് റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം 1300-ലധികം സാക്ഷികളെ വിസ്തരിച്ചിട്ടാണ് ഈ പറഞ്ഞ ഭാഷ അടക്കം ഭാഷയും 12 മറ്റ് പ്രതികളെയും ഈ പോലും ശേഷിച്ചത്. ആ രീതിയിലൊരു സംഭവം ഇന്നുവരെ ഇവിടെ ഈ നമ്മുടെ അറിവിൽ ഈ ഈ അടുത്ത സ്റ്റേറ്റുകളിലൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ അത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. സെൽവരാജ് എന്ന് പറഞ്ഞ ഒരു ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥനെ പരസ്യമായിട്ട് കൊലപ്പെടുത്തി അതിനുശേഷം 97-ൽ അവിടെ ഒരു ലഹളയുണ്ടായി. അതിനനുബന്ധമായിട്ടാണ് അല്ലെങ്കിൽ അതിന്റെ റിറ്റാലിയേഷൻ എന്നുള്ള നിലയ്ക്കാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. നമ്മളത് വളരെ ഗുരുതരമായിട്ട് കാണേണ്ട ഒരു സംഭവമാണിത്. ഇപ്പൊ നമ്മൾ ഈ മയ്യത്ത് ഘോഷയാത്രയില് ഇത്ര ആളുകൾ പങ്കെടുത്തു എന്നുള്ളതിന് അതിന്റെ എണ്ണം വെച്ചല്ല നമ്മൾ കാണുന്നത്. അത് നൽകുന്ന സന്ദേശം അല്ലെങ്കിൽ അത് നൽകുന്ന ഇവിടുത്തെ തീവ്രവാദ ചിന്താഗതിയോടുള്ള ആഭിമുഖ്യം എത്രമാത്രം ഉണ്ട് എന്നുള്ളതാണ്. അവർ ചെയ്ത കാര്യങ്ങൾ, 48 ആളുകൾ നിരപരാധികൾ മരിച്ചതില് ആർക്കും ഒരു പ്രശ്നവുമില്ല. 26 വർഷങ്ങൾക്ക് മുമ്പാണ്, എല്ലാവർക്കും അറിഞ്ഞുകൂടാ. ഇപ്പൊ ഇന്നത്തെ തലമുറയിൽ പലർക്കും അത് ഓർമ്മയുണ്ടാവില്ല. പക്ഷെ നമുക്കറിയാം, അതെല്ലാം നമ്മൾ ഓർത്തതാണ്. അതിനുശേഷം കേരളത്തിലും പല സ്ഥലങ്ങളിലും സ്ഫോടന പരമ്പരകൾ ഉണ്ടായിട്ടുണ്ട് അതിനോട് ബന്ധപ്പെട്ടുമൊക്കെ. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് തിരിച്ച് നമ്മുടെ നാട് പോകുന്നു എന്ന് പറയുമ്പോൾ അതിനെപ്പറ്റി ചിന്തിക്കാൻ പറ്റില്ല. കാരണം തീവ്രവാദ പ്രവർത്തനങ്ങൾ വെറും തീവ്രവാദമല്ല, അതായത് നമ്മൾ കേട്ട് പത്രങ്ങളിലും ചാനലുകളിലും കണ്ടിട്ടുള്ള മറ്റ് രാജ്യങ്ങളിൽ നടക്കുന്ന തീവ്രവാദത്തിന് തുല്യമായിട്ടുള്ള തീവ്രവാദ പ്രവർത്തനമാണ് നടന്നിരിക്കുന്നത്. അപ്പൊ അതിനെ ഏത് രീതിയിൽ നിയന്ത്രിക്കണം, അതല്ലെങ്കിൽ ഏത് രീതിയിൽ അതിനെ ഇനി ഉണ്ടാവാൻ പാടില്ലാത്ത അവസ്ഥയിലേക്ക് വരുത്തണം എന്നുള്ളതാണ് അധികാരപ്പെട്ട പോലീസോ ഇന്റലിജൻസോ അല്ലെങ്കിൽ ഏത് ഏജൻസി ആണെങ്കിലും അവർ തീരുമാനിക്കേണ്ടത്. അപ്പൊ ഇത് മോശമായ ഒരു സന്ദേശം ചെറുപ്പക്കാരിലേക്കും അല്ലെങ്കിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ കുഴപ്പമില്ല, ഇന്ന് നടത്തിയാലും നാളെ കുറെ ആളുകൾ നമ്മളോടൊപ്പം ഉണ്ടാകും എന്നുള്ളൊരു സന്ദേശം കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിന് വിധേയരായിരിക്കുന്ന കൊല്ലപ്പെട്ടവരുടെ കുടുംബം, ആ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലുമൊക്കെ അവിടെ ആയിരുന്നു അല്ലെ? ഗുരുതരമായി പരിക്കേറ്റവർ അല്ലെ? അന്ന് പരിക്കേറ്റവർ ഇപ്പോഴും അവര് ജീവിക്കുന്നുണ്ടല്ലോ അല്ല? അവരൊക്കെ ഇത് കാണുന്നുണ്ടാവില്ലേ? അവരൊക്കെ ഇതിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ടാവില്ലേ അല്ലേ? അവരെയൊക്കെ എത്രമാത്രം വേദനിപ്പിക്കുന്ന തരത്തിലായിരിക്കും ഈ മയ്യത്ത് വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയ്ക്ക് അനുമതി നൽകിയത്? പോലീസ് ഇതൊക്കെ മുൻകൂട്ടി അറിയേണ്ടതല്ലേ? അതെ, അതിപ്പം മറ്റൊരു മതക്കാരെന്നോ ഏത് മതക്കാരെന്നോ ഉള്ളതല്ല. ഇതിനകത്ത് നിരപരാധികളായിട്ടുള്ള ആളുകള് ബോംബ് സ്ഫോടനത്തിൽ പരിക്കേറ്റ് കഴിഞ്ഞാൽ ആജീവനാന്തം മരിച്ചു തന്നെ ജീവിക്കുന്ന ആളുകളാണ് അവരൊക്കെ ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. ചാനലിലോ അല്ലെങ്കിൽ ആ രീതിയിൽ അറിയുന്നുണ്ട്. അവർക്കൊക്കെ അവർക്കുണ്ടാകുന്ന മാനസികാവസ്ഥ എന്തായിരിക്കും? കാരണം ഞങ്ങളെ കൊലപ്പെടുത്താൻ ശ്രമിച്ച അല്ലെങ്കിൽ ഞങ്ങളെ ഈ അവസ്ഥയിലാക്കിയ ആളുകൾക്ക് വിരോചിതമായിട്ടുള്ള ഒരു നടപടി കൊടുക്കുന്നു എന്നുള്ള രീതിയിലേക്ക് അതിനെ വ്യാഖ്യാനിച്ചാലോ അല്ലെ അവരെങ്ങനെ കരുതിയാലോ നമുക്ക് തെറ്റെന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ആൾക്കാര് ആൾക്കൂട്ടങ്ങൾ അല്ലെങ്കിൽ ഈ ഘോഷയാത്രകൾ അല്ലെങ്കിൽ ഇതിൽ പങ്കെടുക്കുന്ന ജനങ്ങളുടെ ബാഹുല്യം നിരപരാധികളായിട്ടുള്ള സെക്യൂരിറ്റി ഫീലിംഗ് ഉള്ള അല്ലെങ്കിൽ അരക്ഷിതാവസ്ഥ സമൂഹത്തിൽ ഉണ്ടാക്കാനാണ് ഇത് ഇടയാക്കിയുള്ളൂ.
അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ അതിൽ എന്ത് ചെയ്യണമെന്നുള്ളതിനെ സംബന്ധിച്ച് അവരാണ് തീരുമാനിക്കേണ്ടത്. അതിന്റെ രാഷ്ട്രീയ വശം എന്ത്, Yes. അല്ലെങ്കിൽ അതിന്റെ വർഗീയമായ കാഴ്ചപ്പാട് എന്ത് എന്നുള്ളതല്ല ഇതിനകത്തുള്ളത്. ഇത് സമൂഹമാണ്, നിരപരാധികളാണ്, ആൾക്കൂട്ടമുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം, ഇതിനകത്ത് ഇവര് ബോംബ് സ്ഫോടനം നടത്തിയ കാറുകളിൽ സൂക്ഷിച്ചിരുന്ന ബോംബ്, പിന്നെ ബൈക്കുകളിൽ സൂക്ഷിച്ചിരുന്നത്, സൈക്കിളുകളിൽ സൂക്ഷിച്ചിരുന്നത്, മറ്റങ്ങനെ പൊതുസ്ഥലങ്ങളിൽ വെച്ചിട്ട് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് കൃത്യമായിട്ട് ഏകദേശം ഒരേ സമയത്ത് തന്നെ സ്ഫോടനം നടത്തുകയാണ് ചെയ്തത്. അത് ഒരിക്കലും ചിന്തിക്കാൻ പറ്റുന്നതല്ല. നമുക്കങ്ങനെ ഒരു പുരോഗതി പ്രാപിച്ച ഒരു സമൂഹത്തിൽ അങ്ങനെ ഒരു നമ്മുടെ പ്രത്യേകിച്ചും ഇന്ത്യയില് അല്ലെങ്കിൽ നമ്മുടെ സൗത്ത് ഇന്ത്യയില് അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പറ്റി നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഇത് 26 വർഷം മുമ്പ് ഇവിടെ നടന്നതാണ്. എന്താണെങ്കിലും അതിന് കർക്കശമായ രീതിയിൽ അതിന് ഇത്രയും ക്രൂരമായ ഹത്യ നടത്തിയിട്ടും മനുഷ്യഹത്യ നടത്തിയിട്ടും ഭാഷയ്ക്കൊക്കെ ജീവപര്യന്തം കഠിന തടവ് മാത്രമല്ലേ ശിക്ഷ നൽകിയുള്ളൂ എന്ന് ഓർക്കുമ്പോഴാണ് നമ്മുടെ നീതിപീഠത്തോടൊക്കെ നമുക്ക് പുച്ഛം തോന്നുന്നത്. അല്ലേ, എന്നെ തൂക്കിക്കൊല്ലേണ്ടതായിരുന്നു ഇയാളെയൊക്കെ. അല്ല, അത് കോടതിക്ക് തൂക്കിക്കൊല്ലണമോ അല്ലെങ്കിൽ ജീവപര്യന്തം കൊടുക്കണമോ എന്നുള്ളതിനെ സംബന്ധിച്ച് കോടതിക്ക് കോടതിയുടേതായ നിഗമനങ്ങളുണ്ട്, തെളിവുകളുണ്ട്. അതിന്റെ സാഹചര്യത്തിലായിരിക്കും ജീവാവസാനം വരെയുള്ള ജീവപര്യന്തമായിരിക്കാം. അപ്പൊ അങ്ങനെ അത് വിധിക്കുന്നതിന് നമുക്ക് കോടതി അത് എന്തുകൊണ്ട് ആ തീരുമാനത്തിൽ എത്തിയെന്നുള്ളത് അല്ല, 58 പേരെ ചുട്ടുകൊന്നത് അപൂർവങ്ങളിൽ അപൂർവമല്ലാത്തതുകൊണ്ടാണോ? എന്താണ് ഇതിന്റെ ക്രൈറ്റീരിയ എന്ന് മനസ്സിലാകുന്നില്ലല്ലോ. അല്ല, 58 പേരെ ചുട്ടുകൊല്ലുക, ബോംബ് വെച്ച് കൊല്ലുക എന്ന് പറഞ്ഞാൽ അപൂർവങ്ങളിൽ വളരെ അപൂർവമാണത്. അപ്പൊ അത് എങ്ങനെ അതിനകത്ത് തെളിവുകൾ ശേഖരിച്ചു, എങ്ങനെ കോടതി അതിനെ കണ്ടു, അതല്ലെങ്കിൽ ഇപ്പൊ 26 വർഷത്തിനോടകം അത് ഹൈക്കോടതിയിലും അതുപോലെ സുപ്രീം കോടതിയിലും അത് പോയിട്ടുണ്ടാവും. നിയമ വ്യവഹാരങ്ങൾ പലതും നടന്നിട്ടുണ്ടാവും. എന്താണ് അതിന്റെ അവസ്ഥ എന്നുള്ളത് നമുക്ക് അതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയാനോ അല്ലെങ്കിൽ ഒരു റിമാർക്ക് പറയാനോ നമുക്ക് പറ്റില്ല. കാരണം എന്താണെങ്കിലും അയാൾ ജയിലിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളതെന്നുള്ളതാണ് നമ്മുടെ നിയമവ്യവസ്ഥയെ നമ്മൾ മാനിക്കേണ്ടതായ കാര്യം. ഓക്കെ, അഹമ്മദ് മാഷേ, ഇനി ഭാഷയുടെ ഖബറിടം നാളെ ഒരു സ്മാരകമായിട്ട് മാറുമോ? എന്നോടാ ചോദിക്കുന്നത്? അല്ല, അഹമ്മദ് മാഷോട്. തീർച്ചയായിട്ടും അതിനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഇങ്ങനെ ഒരു വിഭാഗം ജനങ്ങളെങ്കിലും വീരപരിവേഷത്തോടെ രക്തസാക്ഷിയായി ഷഹീദായി മരിച്ചിട്ട് വലിയ വാഴ്ത്തപ്പെട്ട് മറവ് ചെയ്യുന്നിടത്തൊക്കെ വലിയ മക്കബറകൾ, പ്രത്യേകിച്ച് തമിഴ്നാടാണ് കേരളത്തെക്കാൾ കൂടുതൽ അത്തരം അന്ധവിശ്വാസങ്ങൾ വളരെ കൂടുതലുള്ളൊരു സ്ഥലമാണ്. വലിയ മക്കബറകൾ ആലോചിച്ച് നോക്കൂ. സൂഫി വര്യന്മാരുടെയൊക്കെ മക്ബറകൾ ഉണ്ടാകുന്നതിന് പകരം ഇത്തരത്തിലുള്ള ഭീകരവാദികൾക്ക് മക്ബറകൾ ഉണ്ടാവുകയും വലിയ പണം ശേഖരിക്കുന്ന സംഭരിക്കുന്ന വലിയ സ്ഥാപനങ്ങളായി, വലിയ മത വ്യാപാരത്തിൻ്റെ ആത്മീയ വാണിഭത്തിൻ്റെ സ്ഥാപനങ്ങളായി, വലിയ നേർച്ചകൾ, ഉറൂസുകൾ, ചന്ദനക്കുടങ്ങൾ ഒക്കെ നടക്കുന്ന സ്ഥാപനങ്ങളായി അത് മാറുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. തീർച്ചയായിട്ടും ഉണ്ടാകും. എനിക്ക് തോന്നുന്നത് ഈ പ്രശ്നത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ കുറച്ചുകൂടി സൂക്ഷ്മത ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത് ദേശവും ദേശവിരുദ്ധതയും തമ്മിലുള്ള ആയിരിക്കണം ചർച്ച. അത് ആ രണ്ട് പക്ഷത്ത് നിന്നുകൊണ്ടായിരിക്കണം ചർച്ച എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ദേശസുരക്ഷയും ഭീകരവാദവും തമ്മിലുള്ള ഒരു ചർച്ചയാണ്. അങ്ങനെ വരുമ്പോൾ ഭീകരവാദത്തെ അപലപിക്കാൻ, ഭീകരവാദത്തെ ഒറ്റപ്പെടുത്താൻ ഇനി ഒരു ഭീകരവാദി, തീർച്ചയായിട്ടും എസ് എ ഭാഷയെ പോലെ ഒരാൾ അകത്തായപ്പോൾ കഴിഞ്ഞ 25 കൊല്ലമായിട്ട് കോയമ്പത്തൂരിൽ സമാധാനം ഉണ്ടായല്ലോ. നമ്മുടെ നാട്ടിലിപ്പോൾ മദനി അകത്തായതിനു ശേഷം എത്രയോ അക്രമങ്ങൾ കുറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള ഭീകരവാദികളെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തുകയും സാമൂഹ്യമായി തന്നെ ഒറ്റപ്പെടുത്തുകയും, ഒരമ്മ ഒരിക്കൽ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാവും അത്. ഇസ്ലാമിക ഭീകരവാദിയായ ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു ഉമ്മ കണ്ണൂർക്കാരി പറഞ്ഞത്, അവൻ ഈ രാജ്യത്തിനെതിരായി പ്രവർത്തിച്ചത് കൊണ്ട് അവൻ്റെ മുഖം പോലും എനിക്ക് കാണണ്ടാതാ. അങ്ങനെ പറഞ്ഞ അമ്മമാരും ഉമ്മമാരും ഒക്കെ ഉണ്ട് ഈ രാജ്യത്ത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ എസ് എ ഭാഷയെക്കുറിച്ചല്ല ചർച്ചയെങ്കിൽ, ഒരു ഭീകരവാദത്തിന് നേതൃത്വം നൽകിയിട്ട് 100 കണക്കിന് മനുഷ്യരെ കൊന്ന ഈ രാജ്യത്തിന്റെ ക്രമസമാധാനത്തിന് വലിയ അപകടം ഉണ്ടാക്കിയ ഒരാളെ കുറിച്ചാണ് ചർച്ചയെങ്കിൽ അതാണ് ചർച്ച ചെയ്യേണ്ടത്. അല്ലാതെ ഇപ്പോൾ ഇസ്ലാമിൽ ഒരാൾ പിറന്നുപോയി, അല്ലെങ്കിൽ ഇസ്ലാം മത വിശ്വാസി ആയിപ്പോയി ഒരാൾ, അല്ലെങ്കിൽ പാരമ്പര്യം കൊണ്ടോ വിശ്വാസം കൊണ്ടോ അതിനകത്തായിപ്പോയി, അവരൊക്കെ ഭാഷമാരാണ്, അവരൊക്കെ എസ് എ ഭാഷമാരാണെങ്കിൽ പിന്നെ അത്തരം ചർച്ച മറ്റൊരു തലത്തിലേക്കാണ് പോകേണ്ടി വരിക. അങ്ങനെ വരുമ്പോൾ ഇസ്ലാം അക്രമത്തിന്റെ മതമാണോ അല്ലയോ എന്ന് നമുക്ക് വേറെ ചർച്ച ചെയ്യാം. എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും മറ്റൊരു തരത്തിൽ ചർച്ച ചെയ്യേണ്ടതാണ്. അങ്ങനെ ചർച്ചയ്ക്ക് വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് എനിക്ക് എൻ്റെതായ ചില നിലപാടുകളുണ്ട്. തീർച്ചയായിട്ടും ഐഡിയോളജിക്കലി ഈ നമ്മുടെ സെമിറ്റിക് മതങ്ങൾക്കൊക്കെ തന്നെ അന്യമത വിദ്വേഷത്തിന്റെ ചില ഐഡിയോളജിക്കൽ അംശങ്ങളുണ്ട്. അത് ഉണ്ടായി വന്നതിന്റെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഹദീസിനെ കുറിച്ചാണ് ഈ പറയുന്നതൊക്കെ തന്നെ. ഹദീസുകൾ തന്നെ സ്വീകാര്യമല്ല. മഹാഭൂരിപക്ഷം മുഴുവൻ ഹദീസുകളും അംഗീകരിക്കുന്ന ഒരൊറ്റ ഇസ്ലാമിക പ്രസ്ഥാനവും ഇല്ല.
ഒട്ടും ഒരൊറ്റ ഹദീസും വിശ്വസിക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന വലിയ മനുഷ്യസ്നേഹികളായ പണ്ഡിതന്മാരും ഇസ്ലാമിക പണ്ഡിതന്മാരും ഒക്കെ ധാരാളമായിട്ടുണ്ട്. അതുകൊണ്ട് ഹദീസിനെ മുൻനിർത്തിയിട്ട് ഇസ്ലാം മുഴുവൻ ഭീകരവാദികളാണ് എന്ന് പറയുന്ന ചർച്ച നമുക്ക് വേറെ നടത്താം. ആ ചർച്ചയല്ല ഈ ചർച്ച എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ത്യയിലെ മുസ്ലിമായി പിറന്ന മനുഷ്യർ തന്നെ വലിയ ദേശീയവാദികളായിട്ട് ജീവിക്കുകയും സമാധാനത്തിന് വേണ്ടി ജീവിക്കുകയും രാജ്യത്തിന് വേണ്ടി മരിക്കുകയും ചെയ്ത എത്രയോ മനുഷ്യന്മാരുടെ ഒരു നാടാണ് നമ്മൾ. അതിനെ അങ്ങനെ കാണണം. ഒന്നത്. രണ്ടാമത്, ഇതൊക്കെ അന്ധമായ രാഷ്ട്രീയമായിട്ട് കാണുമ്പോഴും ഉണ്ട് പ്രശ്നം. ഇതൊരു വിഭാഗം രാഷ്ട്രീയക്കാർക്ക് മാത്രം ഉണ്ടാകുന്ന കുറ്റമാണെങ്കിൽ, നേരത്തെ എനിക്ക് തോന്നുന്നു ഇവിടെ കൃത്യമായിട്ട് സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയമായിട്ട് നമുക്ക് ഇതിനെയൊക്കെ കാണാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് കേരളത്തിൽ കോലീബി സഖ്യം ഉണ്ടായത്? മുസ്ലിം ലീഗും കോൺഗ്രസും BJP ഒരുമിച്ച് വോട്ട് ചെയ്തു, ഒരുമിച്ച് മുന്നണി ഉണ്ടാക്കി എന്ന് KG മാരാർജി അല്ലേ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞത് അതൊന്നും മാത്രമല്ല, ഈ കഴിഞ്ഞ കാശ്മീർ തെരഞ്ഞെടുപ്പിൽ ഞാൻ അത്ഭുതത്തോടെ കണ്ടതാണ്. ഇക്കഴിഞ്ഞ കാശ്മീർ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് പിന്തുണ കൊടുത്ത മണ്ഡലങ്ങളുണ്ടല്ലോ BJP. എന്തുകൊണ്ട് എങ്ങനെ ഉണ്ടായി? അപ്പൊ രാഷ്ട്രീയമായിട്ടല്ല അതിനെ കാണേണ്ടത്, ഭീകരവാദത്തെ ഭീകരവാദമായിട്ട് കാണണം. ഇസ്ലാമിനകത്ത് ഭീകരവാദികൾ ഉണ്ടെങ്കിൽ അവരെ രാജ്യദ്രോഹികളായി കണ്ടുകൊണ്ട് വേറെ ചർച്ച ചെയ്യണം. അതുകൊണ്ട് ഇതിനെ രാഷ്ട്രീയമായിട്ടോ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ വർഗീയമായിട്ടോ അല്ല കാണേണ്ടത്, മറിച്ച് ഇതിനെ സാമൂഹ്യ പ്രശ്നം പോലും അല്ല. ഇപ്പൊ MEC7 എന്ന ചർച്ച എനിക്ക് വലിയ തമാശ തോന്നി. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ മുസ്ലിങ്ങളെ നന്നാകാനും സമ്മതിക്കൂല എന്ന് പറയരുത്, അങ്ങനെ ഒരു നിലപാടെടുക്കരുത്. ആലോചിച്ച് നോക്കൂ, MEC7 കുറിച്ച് വന്ന എനിക്ക് വലിയ സങ്കടവും തമാശയും തോന്നി. കാരണം ഈ MEC7 ഉണ്ടായത് എൻ്റെ നാട്ടിൽ നിന്നാണ്. ഞാൻ കൊണ്ടോട്ടിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇവിടെയാണ് അത് ഉണ്ടായത്. അത് ഉണ്ടാക്കിയവർ മുഴുവൻ പഴയ കമ്മ്യൂണിസ്റ്റുകാരാ, ഈ സലാഹുദ്ദീൻ ഉൾപ്പെടെയുള്ളവർ. അപ്പോ ഇപ്പോ ഈ മോഹനൻ മാഷിന്റെ ഒരു പ്രശ്നം, ഇവർക്ക് സ്ഥലജല ഭ്രാന്തിയൊക്കെ വന്നിട്ടുണ്ട്. ഇവർക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിഞ്ഞൂടാ. ഇതിന്റെ ഒരു അപകടം നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞാനൊക്കെ ഇടതുപക്ഷത്തിന്റെ സഹയാത്രികനായി ജീവിച്ച കാലത്ത് ഇവിടെ ശ്രീ രവിശങ്കർ ഈ ശ്വസന ചികിത്സ മീൻസ് അത്തരത്തിൽ പരിശീലനം തുടങ്ങിയ സമയത്ത് അതിനെതിരായിരുന്നു ഇടതുപക്ഷം മുഴുവനും. അത് ഹിന്ദുവിൻ്റെതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ മുസ്ലിം സംഘടനകളും എതിരായിരുന്നു. ഞാൻ നോക്കി നിൽക്കെ കാണുന്നത് ഇതിനെ മുഴുവനും സ്വാംശീകരിച്ചുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് മുസ്ലിം സമൂഹം വലിയ തോതിൽ മുന്നോട്ട് വരികയാണ്. ഒന്നാമത്തെ കാരണം ഹെൽത്ത് കോൺഷ്യസ് ആണ് അവര്. ആരോഗ്യത്തെക്കുറിച്ച് നമ്മുടെ യോഗ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് ഇപ്പോൾ മുസ്ലിം സമൂഹം വലിയ തോതിൽ അംഗീകരിക്കുകയാണ്. എല്ലാ ആശുപത്രികളിലും തുടങ്ങിയിരിക്കുന്നു, എല്ലാ ഗ്രാമങ്ങളിലും തുടങ്ങിയിരിക്കുന്നു. ഇത് തുടങ്ങിയതിനകത്ത് എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്, ആർക്കെങ്കിലും ഒക്കെ എന്ത് വേണമെങ്കിലും ഊഹിച്ചു പറയാം. പക്ഷെ ഞാൻ മലപ്പുറം ജില്ലയിൽ നടക്കുന്ന ഒരാൾ, ഇവിടെ ജീവിക്കുന്ന ഒരാൾ എന്ന നിലക്ക് ഒരു മനുഷ്യനും ഇല്ല സാറേ, സത്യമായിട്ട് പറയുക. സത്യം പറഞ്ഞാൽ ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്, അത് സത്യമാണ്. എന്താ വെച്ചാൽ എവിടെയൊക്കെ ആള് കൂടുന്ന നന്മയുടെ അംശങ്ങളുണ്ടോ, അല്ലെങ്കിൽ ജനപ്രിയമായ എന്തെങ്കിലും വന്നാൽ അത് നമ്മുടേതാക്കി കളയാം എന്ന് വിചാരിക്കുന്നവരുണ്ട്. അവരുടേതല്ല ഈ MEC7 അതിൽ ഒന്നുമില്ല, നിങ്ങൾ ഈ പറയുന്ന ഒരു സാധനമില്ല. പിന്നെ നിങ്ങൾ വിമർശിക്കുമ്പോൾ ഓർക്കേണ്ടതുണ്ട്, നിങ്ങൾ ആരുടെ കൂടെ നിന്നിട്ടാണ് MEC7 വിമർശിക്കുന്നത് നിങ്ങൾക്കറിയോ? പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി എന്ന് പറയുന്ന കാന്തപുരം ഉസ്താദിന്റെ അരുമ ശിഷ്യ സഹയാത്രികനാണ് വിമർശിക്കുന്നത്. എന്താ അവരുടെ വിമർശനം? അവരുടെ പ്രശ്നം എന്താണെന്നറിയോ? രാവിലെ മുസ്ലിം പെണ്ണുങ്ങൾ സുബഹിയിൽ നിസ്കരിച്ച് പുറത്തിറങ്ങിയിട്ട് നിസ്കരിച്ചവർ മുസ്ലിം പെണ്ണുങ്ങൾ ഉൾപ്പെടെയുള്ളവര് മൈതാനങ്ങളിൽ ചെന്നിരുന്ന് വീട് വിട്ടിറങ്ങി ഒരുമിച്ച് സകല മനുഷ്യരോടൊപ്പം എക്സസൈസ് ചെയ്യുന്നു എന്നുള്ള പ്രശ്നം. പെൺകുട്ടി ഇവർക്കൊരു ഉപഭോഗ വസ്തുവായി അടുക്കളയിൽ കിടക്കുന്നില്ല, അവൾ പുറത്തിറങ്ങുന്നു എന്നുള്ള പ്രശ്നം. അവർക്ക് വിദ്യാഭ്യാസം ഉണ്ട് എന്നുള്ളതാണ് പ്രശ്നം. വിദ്യാഭ്യാസമുള്ള അമ്മമാര് പെറ്റുപോറ്റുന്ന പുതിയ തലമുറ വളരുന്നു എന്നുള്ളതാണ് പ്രശ്നം. പെൺകുട്ടികളുടെ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ പേരോട് എതിർക്കുന്നു. നിങ്ങൾ എന്തിന്റെ പേരിലാണ് എതിർക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, ജമാഅത്തെ ഇസ്ലാമി നമ്മുടെ ദേശീയതയുടെ പക്ഷത്ത് നിന്ന് എതിർക്കപ്പെടേണ്ട ഒരു ശക്തിയാണെന്ന കാര്യത്തിൽ ആർക്കെങ്കിലും തർക്കമുണ്ടോ? പക്ഷെ കേരളത്തിൽ എൻ്റെ 2 കൈയിൽ തീർത്ത എണ്ണാൻ മാത്രമുള്ള പഞ്ചായത്ത് മെമ്പർമാർ പോലും ജമാഅത്തെ ഇസ്ലാമിക്ക് ഇല്ലല്ലോ. ഈ ജമാഅത്തെ ഇസ്ലാമിയാണ് മുസ്ലിം ലീഗിനെ നയിക്കുന്നത്, ഈ ജമാഅത്തെ ഇസ്ലാമിയാണ് MEC7 കൈയടക്കിയിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു കൊണ്ടുവരുമ്പോൾ ഇല്ലാത്ത ശക്തി അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയല്ലേ? ആവശ്യമില്ലാത്തൊരു ശക്തിയെ നമ്മൾ വളർത്തുകയല്ലേ? ആവശ്യമില്ലാത്ത ഒരു തരത്തിലും അർഹിക്കാത്ത പിന്തുണയും പ്രാധാന്യവും അവർക്ക് കൊടുക്കുകയാണ്. നമ്മൾ ഇതിൻ്റെ ഒന്നും അപകടം മനസ്സിലാക്കുന്നില്ല എനിക്ക് തോന്നുന്നത്. ഞാൻ കൃത്യമായി വിചാരിക്കുന്നത് ദേശീയമായൊരു പാരമ്പര്യത്തോടൊപ്പം യോഗ ഉൾപ്പെടെ അഭ്യസിച്ചുകൊണ്ട് പണ്ട് എതിർത്തിരുന്നത് കൂടി സ്വായത്തമാക്കിക്കൊണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റി ദേശീയ മുഖ്യധാരയിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതിനെ സംശയിക്കാൻ നിന്ന എന്താ അർത്ഥം? കഴിഞ്ഞ ദിവസം ഞാനൊരു പ്രസംഗം കേട്ടു, ഒരു സുഹൃത്തിന്റെ പ്രസംഗമാണ്. എന്താ വെച്ചാൽ IAS കോച്ചിങ് കൊടുക്കുന്ന ഒരു കേന്ദ്രത്തിൽ തട്ടം വിട്ട മുസ്ലിം പെൺകുട്ടികൾ വന്നു. ഒന്ന് ആലോചിച്ചു, എന്തൊരു തമാശയാണ്. സ്കൂളിൽ പോകാൻ പാടില്ല, പെൺകുട്ടി പഠിക്കാൻ പാടില്ല, പെൺകുട്ടിയുടെ വിദ്യാലയങ്ങൾ തകർക്കണം എന്ന് പറയുന്ന താലിബാനെ എതിർക്കാം. അത് ന്യായമാണ്, അതാണ് എതിർക്കേണ്ടത്. രാജ്യത്തിന്റെ മുഖ്യധാരയിൽ മത്സരിച്ചിട്ട് IAS ഉൾപ്പെടെയുള്ള പരീക്ഷകൾ, എന്തിനേറെ നമ്മുടെ പ്രൊഫഷണൽ കോളേജിൽ പോയി നോക്കൂ,
മലബാറിലേക്കുള്ള മെഡിക്കൽ കോളേജുകളിലും എഞ്ചിനീയറിംഗ് കോളേജിലും പോയി നോക്കൂ, ആൺകുട്ടികളെക്കാൾ കൂടുതൽ തട്ടവിട്ട പെൺകുട്ടികളുണ്ട്. അവർ നന്നാവുന്നു എന്നല്ലേ എൻ്റെ അർത്ഥം. അവർ നന്നാവാൻ നമ്മൾ സമ്മതിക്കൂല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത്? അതുകൊണ്ട് SA ഭാഷയുടെ കേസ് തീവ്രവാദത്തിന്റെ കേസാണ്, ഭീകരവാദത്തിന്റെ കേസാണ്, രാജ്യദ്രോഹത്തിന്റെ കേസാണ്. അതിനെ അങ്ങനെ കാണാൻ തയ്യാറാവണം നമ്മൾ. അല്ലാതെ എന്ത് കിട്ടിയാലും അതൊക്കെ നമ്മൾ പഠിച്ചു വെച്ച ഒരു അജണ്ടയിലേക്ക്, ഒരു ഫ്രെയിംവർക്കിലേക്ക് കൊണ്ടുവരുന്ന രീതി ശരിയല്ല. SA ഭാഷ, ഞാൻ പറയുന്നത് ഇതാണ്, നേരത്തെ ആന്റണി സാറാണെന്ന് തോന്നുന്നു അവസാനം പറഞ്ഞത്, വളരെ പ്രധാനപ്പെട്ട 3 വകുപ്പുകൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്. 1 തമിഴ്നാട്ടിലെ പോലീസിന്, 2 ജയിൽ വകുപ്പിന്, 3 ജുഡീഷ്യറിക്കുണ്ട്. തീർച്ചയായിട്ടും ആ കേസിലെ കോയമ്പത്തൂർ സ്ഫോടന കേസിലും അതിന് തുടർന്നുണ്ടായ അതിന് തൊട്ട് മുമ്പ് നടന്ന കോയമ്പത്തൂരിലെ വർഗീയ കലാപത്തിലും ഒക്കെ പ്രതികളായിരുന്ന പലരെയും നല്ല നടപ്പിന്, ഇപ്പോ ശിക്ഷാ കാലാവധിയുടെ 2 കൊല്ലം മുമ്പൊക്കെ തുറന്നു വിട്ടിട്ടുണ്ട്. ഇവരൊക്കെ നല്ല പിള്ളേരാണ്, നല്ല കുട്ടികളാണല്ലോ എന്ന് പറഞ്ഞ് തുറന്നു വിട്ടിട്ടുണ്ട് കോടതി. തെറ്റാണ്, ജുഡീഷ്യറിക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്. ഇത് ഒന്ന് ആലോചിച്ച് നോക്കൂ. ജയിൽ വകുപ്പ്, പരോള് കൊടുത്ത ഒരാള് ആശുപത്രിയിലായിട്ട് മരിച്ചിരിക്കുന്നു എന്ന വിവരം കിട്ടുമ്പോൾ അടിയന്തരമായിട്ട് ആ ഡെഡ് ബോഡി തിരിച്ചു വിളിക്കാനും, ആ ഡെഡ് ബോഡി ഏറ്റവും ചുരുങ്ങിയത് കോവിഡ് കാലത്ത് മരിച്ചപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഡെഡ് ബോഡികളോട് പെരുമാറിയത്? മനുഷ്യരോട് ബന്ധിപ്പിക്കാതെ, മനുഷ്യരെ കാണിക്കാതെ, പുറം ലോകത്തെ കാണിക്കാതെ ആ ഡെഡ് ബോഡി മറവ് ചെയ്യാനുള്ള വകുപ്പുകൾ ഉണ്ട്. വേണമെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യാവുന്ന വകുപ്പുകളുണ്ട്. പിന്നെ തമിഴ്നാട്ടിലെ രാഷ്ട്രീയം നമുക്ക് വേറെ പറയാം. DMK എല്ലാ കാലത്തും അവിടുത്തെ ഒരു ആലോചിച്ച് നോക്കൂ. ഇപ്പറഞ്ഞ ജിഹാദി കമ്മ്യൂണിസ്റ്റ് എന്നൊക്കെ പറയുന്ന CPM-കാരും DMK-യുടെ മുന്നണിയിലുണ്ട്, മുസ്ലിം ലീഗും DMK-യുടെ മുന്നണിയിലുണ്ട്. അവർക്ക് അവരുടെ രാഷ്ട്രീയം ഉണ്ടാകും, അതിന്റെ പരിമിതി ഉണ്ടാകും. അത് ആവശ്യമുള്ള നേരത്ത് അത്തരം രാഷ്ട്രീയമൊക്കെ പണ്ടത്തെ കോലീബി സഖ്യത്തിൽ കേരളത്തിലാണെങ്കിലും ഇപ്പോഴത്തെ ജമ്മു കാശ്മീരിലെ ജമാഅത്തെ ഇസ്ലാമിയോടായാലും അതേ രാഷ്ട്രീയം കളിക്കുന്നവരാണ് ഇത് പറയുന്നത് എന്ന് എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ സ്റ്റാൻലി സെബാസ്റ്റ്യൻ സാർ ഉൾപ്പെടെയുള്ളവർ ഓർത്താൽ നല്ലതാണ്. ഞാൻ അത്ര ഇതിനെക്കുറിച്ച് പറയുന്നുള്ളൂ. ഓക്കെ, വിദ്യാസാഗർ, താങ്കൾ 8:30, ഒരു നിമിഷം പ്രൊഫസർ സ്റ്റാൻലി, 8:30 വരെ ഉള്ളൂ വിദ്യാസാഗർ, അങ്ങനെയാണ് അറിയിച്ചത്. കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ താങ്കൾ? ഞാൻ 1 മിനിറ്റ് ഇത് പറഞ്ഞിട്ട് കാര്യം എനിക്ക് പറയാനുള്ളൂ. അതായത് അഹമ്മദ് സാറിന് എന്റെ പേര് അറിയില്ല, അയാളുടെ വായിൽ അത് എന്റെ പേര് ഉച്ചരിക്കാൻ വരുന്നില്ല. അങ്ങയുടെ സുഹൃത്ത് സുനിൽ വാടയാരോട് ചോദിച്ചാൽ അറിയാം. ഞാനും ആ ചാനലിൽ 1, 2, 4 ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. എന്റെ പേര് വിദ്യാസാഗർ ഗുരുമൂർത്തി എന്നാണ്. അപ്പോ ഞാൻ പറഞ്ഞത് തന്നെയാണ് എനിക്കും അങ്ങ് പറഞ്ഞത്. ശരി. അപ്പൊ ഈ ദേശീയത, ദേശവിരുദ്ധത തമ്മിലുള്ള പ്രശ്നമല്ല ഇത്. പലസ്തീനിൽ ഇസ്രായേൽ എന്താ പ്രശ്നം? അപ്പോ അവരവിടെ പറയും ഇത് ദേശീയതയുടെ പ്രശ്നമാണെന്ന് പറയും. ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ ദേശീയതയുടെ പ്രശ്നമാണ്. പിന്നെ ലണ്ടനിൽ ബോംബ് പൊട്ടിച്ചപ്പോ എന്താ പറഞ്ഞു? ദേശീയത പ്രശ്നമാണ്. അതല്ല പ്രശ്നം, ഇസ്ലാം എന്ന മതമാണ് പ്രശ്നം. ഇത് ആരെങ്കിലും ഇപ്പൊ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇപ്പൊ ജനം TV കാണുന്നുണ്ട്. അതിൽ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളാണ് കൂടുതൽ, മറ്റുള്ളവർ കുറച്ച് കുറവാണ്. എന്നെ തെറി വിളിക്കാൻ വേണ്ടി മാത്രം കുറച്ച് ജിഹാദികളും കാണുന്നുണ്ട്. അപ്പൊ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ സാർ, ഇത് ബേസിക്കലി ആ റിലിജിന്റെ പ്രശ്നമാണ്. അതായത് ലോകത്ത് എവിടെ കൊണ്ടിട്ടാലും ഈ വർഗം മറ്റു വർഗങ്ങൾ വഴക്കുണ്ടാക്കണം പെട്ടെന്ന്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, യൂറോപ്പിനെ പോലെ ചിന്താ സ്വാതന്ത്ര്യവും വെളിച്ചവുമുള്ള ഒരു നാട്ടിലേക്ക് ഇവര് കയറി ചെന്നപ്പോ അവിടെയും ബ്ലാസ്റ്റ് കൊണ്ട് നിൽക്കാൻ വയ്യാത്ത അവസ്ഥയായി. ആലോചിച്ച് നോക്കണം, നടു റോട്ടിൽ നിസ്കരിക്കുകയാണ്. അതായത് മതത്തെ ഇത്രയധികം ഞാൻ പറഞ്ഞോളൂ, ഞാൻ സാർ പറയാം, ഞാനിപ്പോ ഇറങ്ങും. മതത്തെ ഇത്രയധികം ദുരുപയോഗം ചെയ്യുന്ന മറ്റൊരു വിഭാഗമില്ല. ഇപ്പൊ അങ്ങ് പറഞ്ഞു മുസ്ലിം സ്ത്രീകള് തട്ടമിട്ടിട്ട് പുറത്ത് യോഗ ചെയ്യുന്നതാണ് ഇവരുടെ പ്രശ്നം, അത് പുരോഗമനമാണ്, MEC7 പുരോഗമനമാണെന്നാണ് ഈ അഹമ്മദ് സാർ പറയുന്നത്. നമുക്ക് കാണാം സാർ, ഞാനിവിടെ ഉണ്ടാവുമല്ലോ, അങ്ങ് ഇവിടെ ഉണ്ടാവും. നമുക്ക് കാണാം. ഞാനൊരു കാര്യം പറയാം, വളരെ ലളിതമായിട്ടൊരു കാര്യം പറയാം. ഈ MEC7 എന്താണ്, ഇതിന്റെ പിന്നിൽ ആരാണ്, അതിന്റെ പിന്നിലെ ഫണ്ടിങ് ഏജൻസി എന്താണ്? ഇപ്പൊ ഞാനൊരു കാര്യം, കോഴിക്കോട് ജില്ലയിൽ 2010-ലോ 2011-ലോ ആണെന്ന് തോന്നുന്നു, ഈ പോപ്പുലർ ഫ്രണ്ടുകാര് ഫ്രീഡം പരേഡ് നടത്താൻ തുടങ്ങി. ഫ്രീഡം പരേഡ് വലിയ പിന്നെ പാകിസ്ഥാൻ ആർമി വരുന്നത് പോലെ പിന്നെ ഓഗസ്റ്റ് 14 ഫ്രീഡം പരേഡ്. അപ്പോ ഫ്രീഡം പരേഡ് നടത്തുമ്പോ അതിന് പിന്നെ കോഴിക്കോട് ജില്ലാ ഭരണകൂടം 15-ാം തീയതി ജില്ലാ ഭരണകൂടം അനുമതി നൽകുകയൊക്കെ ചെയ്താണ് ആ സമയത്ത്. അപ്പൊ പലയിടങ്ങളിലായിട്ട് ആർച്ചുകൾ പ്രത്യക്ഷപ്പെട്ടു. ഖത്തർ കേരള ഫ്രട്ടേണിറ്റി, ബഹ്റൈൻ കേരള ഫ്രട്ടേണിറ്റി, UAE കേരള ഫ്രട്ടേണിറ്റി, പല ഫ്രട്ടേണിറ്റികളാണ്. ഈ ഫ്രട്ടേണിറ്റികൾ എന്താണ് ചെയ്യുന്നത്? ഇത് സത്യം പറഞ്ഞ ഫണ്ടിങ് ഏജൻസീസ് ആണ്. ഖത്തറിലുള്ള ചില ഭീകരാശയക്കാരും ഇവരും തമ്മിലാണ് ഫണ്ടിങ് ഏജൻസി, അല്ലെങ്കിൽ ബഹ്റൈനിലുള്ള ചില ഭീകര പ്രവർത്തകരും ഇവരും തമ്മിലാണ് ഫണ്ടിങ് ഏജൻസി. അപ്പൊ ഇതിന് പിന്നിൽ കൃത്യമായ ഒരു ഫണ്ടിങ്ങും ഒരു അജണ്ടയും ഉണ്ടെന്നുള്ളത് ഇസ്ലാമിനെ ലോകം മുഴുവൻ പഠിച്ച എല്ലാവർക്കും അറിയാം. അത് ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് എല്ലാവരോടും പറയാണ്. ഈ ബംഗ്ലാദേശ്, ഇപ്പൊ ബാംഗ്ലാദേശിൽ കത്തിയിരിക്കുകയാണല്ലോ, അവിടെയും ദേശീയതയാണ് പ്രശ്നം. ഇപ്പൊ പറയുമ്പോ ദേശീയത, ദേശവിരുദ്ധ എന്ന് മാറ്റി നിർത്താമെങ്കിലും ബേസിക്കലി പ്രശ്നം എന്താണ്? അസഹിഷ്ണുതയുടെ നിറകുടമായൊരു മതത്തിന് മറ്റ് സ്ഥലങ്ങളിൽ ജീവിക്കുമ്പോൾ ഉണ്ടാവുന്ന സ്വാഭാവിക പ്രതികരണം മാത്രമാണത്.
ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടി എന്ത് വിധേനയും മെജോറിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടി എന്ത് വിധേന പ്രവർത്തിക്കുന്ന ആ പറയൂ സെക്കൻഡ് സാറ് സമയമുണ്ടോ പോകുന്നതിന് മുമ്പ്? ഞാൻ മറുപടി ചോദിച്ചുള്ളൂ. അല്ല, അനിൽ സാർ പറയൂ. പറഞ്ഞോളൂ. ഉണ്ടെങ്കിൽ ഞാൻ ഇടപെടാം. സാറേ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തിനാണ് ഭാഷയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്? ഭാഷ മാത്രമല്ല, എല്ലാ മുസ്ലിങ്ങളും ഇസ്ലാമായ അന്നു മുതൽ ഭീകരവാദികളാണ്. ഇസ്ലാം ഞാനൊന്ന് മറുപടി പറയാം. ഭാഷ ഭാഷ മരിച്ചു. അവിടെ കുറെ പേര് കൂടി. ആരൊക്കെ കൂടി? തമിഴ്നാട്ടിൽ വലിയ പ്രസംഗം നടത്തി വലിയ കള്ളക്കുറിയിട്ട് നടക്കുന്ന ഇവാഞ്ചലിസ്റ്റ് സീമാൻ വരെ ഇയാളുടെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്തു. സീമാൻ, തമിഴ്നാട്ടിലെ. അപ്പൊ എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, ഈ ഭാഷയാണ് പ്രശ്നമെങ്കിൽ ആ വ്യക്തിയെ പറ്റി പറയുമ്പോൾ എന്തിനാണ് മതത്തെ കൂട്ടിക്കുഴയ്ക്കുന്നതാണ് എന്റെ ചോദ്യം. വെറും ഒരു വിറക് കച്ചവടക്കാരനായിരുന്ന പിന്നീട് റിയൽ എസ്റ്റേറ്റ് ഏജന്റായി മാറിയ ഈ വ്യക്തി ലക്ഷണവത്തൊരു ഭീകരവാദി, ഇസ്ലാമിനെ പറ്റി പരസ്യമായി ഒരു പ്രസംഗത്തിൽ പിന്നെ നമ്മുടെ ജനാ കൃഷ്ണമൂർത്തി പറഞ്ഞതിന്റെ പേരിലാണ് ജനാ കൃഷ്ണമൂർത്തിയെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ആക്രമിക്കുന്നത്. അതുപോലെ രാമഗോപാലിനെ ആക്രമിക്കുന്ന റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടാണ്. ആരാണ് ആക്രമിച്ചത്? ഈ ഭാഷ ചെയ്തുകൊണ്ടിരുന്ന മരക്കച്ചവടത്തെ കുറിച്ച് പറഞ്ഞതിന്റെ പേരിലല്ല. പറയട്ടെ, ഭാഷ ചെയ്തുകൊണ്ടിരുന്ന മരക്കച്ചവടത്തെ കുറിച്ച് പറഞ്ഞതിന്റെ പേരിലല്ല, ഭാഷ ചെയ്തുകൊണ്ടിരുന്ന റിയൽ എസ്റ്റേറ്റ് തൊഴിലിനെ പറ്റി പറഞ്ഞതിന്റെ പേരിലല്ല ജനാ കൃഷ്ണമൂർത്തി ആക്രമിക്കപ്പെടുന്നത്. LK അദ്വാനിയെ ആക്രമിക്കാൻ നോക്കിയിട്ട് 200 പേരിലധികം ഇഞ്ചേർഡ് ആവുകയും 58 പേര് മരിക്കുകയും ചെയ്തത് ഈ ഭാഷയെ വ്യക്തിപരമായി എന്തെങ്കിലും അലട്ടുന്ന പ്രശ്നം കൊണ്ടല്ല. അത് ഒരു ഹിന്ദുത്വ ശക്തി ഭരണത്തിൽ വരുന്നു എന്നതിന്റെ ചുരുക്കോട്ടല്ലേ. അപ്പൊ ഉക്കടത്തുള്ള അത്ര വിദ്യാഭ്യാസം എന്നുള്ള ഒരു വെറും ഇഡിയോട്ടിക് അത്ര ലോക്കലായ ഒരു വ്യക്തിക്ക് ഇത്രയധികം ആംശൻ അമ്യൂണിഷൻ എവിടുന്ന് കിട്ടുന്നു? എന്തിനു വേണ്ടിയാണ് ഭാഷയെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ ഇസ്ലാമിനെ എന്തിനു പറയുന്നു അങ്ങനെ ചോദ്യത്തിന്റെ മുന അതിന് ഇതാണത്. അതായത് ഭാഷ അടക്കമുള്ള ആൾക്കാർ ഇസ്ലാമിനെ പറയുമ്പോഴാണ് പ്രകോപിതരാവുന്നത്. ഇപ്പോ ലോകമെമ്പാടും പിന്നെ യുക്തിവാദികൾ ഹിന്ദുമതത്തെയും ക്രിസ്തുമതത്തെയും തലങ്ങ് വിലങ്ങുവിട്ട് വിമർശിക്കാറുണ്ട്. എന്താ അവർക്കൊന്നും ഇത് തോന്നാത്തത്? ഇപ്പൊ ഒരു പൊതുപ്രസംഗത്തിൽ പിന്നെ ഒരാള് ഞാൻ പറയാണ് യേശു ക്രിസ്തുവിനെ പറ്റി പറയാണ്, ഉടനെ എന്റെ വീട്ടിലോട്ടൊരു ക്രിസ്ത്യാനികൾ വന്നിട്ട് പിന്നെ ബോംബ് പൊട്ടിക്കുന്നുണ്ടോ? അപ്പൊ മതവിമർശനത്തെ സഹിക്കാൻ പറ്റാത്ത രീതിയിൽ മനസ്ഥിതി ആ ഭാഷ എന്ന വ്യക്തിയിൽ ഉണ്ടാക്കിയത് വെറും ഒരു വിറക് കച്ചവടക്കാരനെ AK-47 ഏന്തിച്ചത് അള്ളാഹുവും മുഹമ്മദും തന്നെയാണ്. ഒരു സംശയമില്ല. ആ ആശയങ്ങൾ ചെറുപ്പത്തിലെ കിട്ടുന്ന ആളുകൾ ഞാൻ ഇപ്പോഴുള്ള അധികം പറയുന്നതാണ്, anyone who is educated in Islam through madrasas is a potential terrorist. മദ്രസകളിലൂടെ ഇസ്ലാം മത വിദ്യാഭ്യാസം കിട്ടുന്ന ഏതൊരു വ്യക്തിയും എപ്പോൾ വേണമെങ്കിലും കൺവേർട്ടിബിൾ ആയിട്ടുള്ള ഒരു പൊറ്റൻഷ്യൽ ടെററിസ്റ്റ് ആണ് സാർ. ഇത് ഞാൻ പറയുന്നതിൽ കാര്യമുണ്ട്. ചിലർ അങ്ങനെ ആവാം. കുഞ്ഞാലിക്കുട്ടി പോലെ ആൾക്കാർ പുറമെ അങ്ങനെ പറയാതെ ശാന്തരായിട്ട് ജീവിച്ച് മരിക്കുന്നവരുണ്ടാവാം. 99% അങ്ങനെ ആയിരിക്കാം. ഈ 1% എന്ന് പറയുന്നത് ആരും തിരഞ്ഞെടുക്കുന്നതല്ല, സ്വയം ആവുന്നതാണ്. ഭാഷയോട് ആര് പറഞ്ഞിട്ടാണ്? ഇപ്പൊ ജനാ കൃഷ്ണമൂർത്തി BJPയുടെ ഒരു പൊതു ചടങ്ങിൽ ഇസ്ലാമിനെ വിമർശിച്ചതിന്റെ പേരിലാണ് നിങ്ങൾക്ക് പോലീസ് ഫയൽസ് നോക്കാം. ജനാ കൃഷ്ണമൂർത്തി അല്ലാതെ ഭാഷയുടെ ജീവിതം ആക്രമിച്ചതിന്റെ പേരിലല്ല അയാൾ വാളെടുത്തത്. ഭാഷയുടെ വീട്ടിലേക്ക് BJPക്കാർ കല്ലെറിഞ്ഞതിന്റെ പേരിലല്ല സ്ഫോടനങ്ങൾ നടന്നത്. വിദ്യാസാഗർ സാറേ പറയൂ. എനിക്കൊന്ന് സംസാരിക്കാനുണ്ട്. ഈ ഇസ്ലാമിന്റെ വിശ്വാസധാരയിലൂടെ കടന്നു വന്ന ആളുകളെ തന്നെയാണ് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന സൂഫികൾ. അതിലൂടെ വന്നവർ തന്നെയാണ് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ദേശീയ കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്ത് നൂറിഷാ ത്വരീഖത്ത് എന്ന സംഘടനയാണ് കളമശ്ശേരി സ്ഫോടനം നടത്തിയത്. അദ്ദേഹം പറഞ്ഞിട്ട് ആ രേഖയിലുണ്ട്. അന്നത്തെ പോലീസ് DGP അന്വേഷിച്ച കേസാണത്. ആ നൂറിഷാ ത്വരീഖത്ത് എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ സംഘടിത സൂഫി ഓർഗനൈസേഷൻ ആണ്. സൂഫി എന്ന പേര് ഞാൻ പറഞ്ഞു സാർ, പറയട്ടെ സാറേ, സൂഫി എന്ന പേര് ദുരുപയോഗം ചെയ്യാണ്. ഇപ്പോ ബുലേഷ എന്ന ആൾ അല്ലെങ്കിൽ മൻസൂർ, എന്താ പറഞ്ഞ മൻസൂർ? അനാൽ ഹക്ക് എന്ന് പറഞ്ഞു. അനാൽ ഹക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ദൈവം തത്വമസിയുടെ അല്ലെങ്കിൽ അഹം ബ്രഹ്മാസ്മയുടെ വേറൊരു വേർഷനാണ്. ആ മൻസൂറിനെ എന്താ ചെയ്തത്? ഓരോ കഷ്ണം ഇറച്ചിയും ഇസ്ലാമിക പണ്ഡിതന്മാരെ മുറിച്ചെടുത്തിട്ടാ കൊന്നത്. ബുലേഷനെ എങ്ങനെയാ കൊന്നത്? അദ്വൈതം പറഞ്ഞതിന് പേരിലാ കൊന്നത്. അപ്പൊ ആ സൂഫി എന്ന് പറഞ്ഞ മതത്തെ നശിപ്പിച്ച് കഴിഞ്ഞു മുച്ചൂടും. ഇപ്പോൾ ഹാഫിസിന്റെ കവിതകളിൽ മാത്രമാണ് സൂഫിസം വായിക്കാൻ പറ്റുക. വെറും മുഖംമൂടി മാത്രമാണ് ഇപ്പോൾ ടെററിസ്റ്റുകളാണ് സൂഫി വേഷം അണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ സൂഫിസം എന്ന് പറഞ്ഞ് ഇന്ന് ഇന്ത്യയിൽ ജീവിക്കുന്നില്ല. ഞാൻ ചോദിക്കട്ടെ,
ഈ മറ്റേ ഇതുണ്ടല്ലോ കക്കൂസ് വീട് കാദിയാനികള് സൂഫികളെ പോലെ ശ്രീകൃഷ്ണനെ അംഗീകരിക്കുന്ന ആൾക്കാരാണ്, ശ്രീരാമനെ അംഗീകരിക്കുന്ന ആളുകളാണ്. ആ കാദിയാനികളെ തൊട്ടാൽ കുളിക്കണം എന്നാണ് 99% വരുന്ന ഇസ്ലാമിക വിശ്വാസികൾ പറയുന്നത്. കാരണം ഇസ്ലാമിന്റെ പ്രവാചകരെ കൂടാതെ ശ്രീകൃഷ്ണൻ അടക്കമുള്ളവരൊക്കെ ആരാധ്യരാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ ഇപ്പോഴും കോഴിക്കോട് പട്ടാളം പള്ളിയിൽ നിങ്ങൾ പോണം. കോഴിക്കോട് പട്ടാളം പള്ളിയിൽ എഴുതി വെച്ചിട്ട് വലിയ വെണ്ടക്കയിൽ കാദിയാനികൾക്ക് പ്രവേശനമില്ല. അതായത് ഇസ്ലാമിന്റെ ഈ ടൈറ്റ് ആയിട്ടുള്ള ഏകദൈവം എന്ന് പറയുന്ന ഭീകര പ്രസ്ഥാനത്തിന് അപ്പുറത്ത് ചിന്തിക്കാൻ തയ്യാറായ ആരും ഇസ്ലാമിനെ സംബന്ധിച്ച് ശത്രുക്കളാണ്. സൂഫികൾ ആരും ബുലേഷായോ അല്ലെങ്കിൽ മൻസൂറോ എന്നെ ആക്രമിച്ചെന്നോ അല്ലെങ്കിൽ LK അദ്വാനി കൊല്ലാൻ ശ്രമിച്ചെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ഇസ്ലാം മതത്തിൽപ്പെട്ട ഇസ്ലാമിന്റെ ടീച്ചിങ് പഠിക്കുന്ന മദ്രസകൾ പഠിക്കുന്ന ഏതൊരാളെയും എത്രയും എളുപ്പത്തിൽ ഒരു ടെററിസ്റ്റായി കൺവേർട്ട് ചെയ്യാൻ എളുപ്പമുണ്ടെന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ അർത്ഥം ആ അധ്യാപനങ്ങളിൽ ടെററിസം എന്ന് തന്നെയാണ് സാർ. ഓക്കെ. പ്രൊഫസർ ഷാൻലി, അഹമ്മദ് മാഷിന്റെ കൂടെയാണോ നിൽക്കുന്നത് അതോ വിദ്യാസാഗറിനോടൊപ്പമാണോ നിൽക്കുന്നത്? അഹമ്മദ് മാഷ് പറഞ്ഞ കാര്യത്തിന്റെ അകത്ത് ഫാക്ച്വൽ എറേഴ്സ് ഉണ്ട്. ആ ഫാക്ച്വൽ എറർ എന്താണെന്ന് ചോദിച്ചാൽ അവിടെ വെച്ചിരുന്ന ബോംബ് എന്ന് പറയുന്നത് ഒരേ സമയത്ത് അതൊരു രാഷ്ട്രീയ കൊട്ടേഷനും ഒരു മതപരമായ കൊട്ടേഷനും ആയിരുന്നു. അതായത് മറ്റുള്ള ആൾക്കാരെ കൊല്ലുക എന്നുള്ള ജിഹാദി ടെററിന്റെ ഉദ്ദേശം ഉണ്ടായിരുന്നു. BJPയുടെ ലീഡറിനെ ശ്രീ അദ്വാനിജിയെ ആൾക്കാരെ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ള കോൺഗ്രസിന്റെയും DMKയുടെയും പൊളിറ്റിക്കൽ കൊട്ടേഷനും അതിൻ്റെ അകത്തുണ്ട്. ഇത് രണ്ടിന്റെയും ഒരു കൾമിനേഷൻ ആണ് അവിടെ നടന്നത്. അവർക്ക് എന്താ, അദ്വാനിജി ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ ഫ്ലൈറ്റ് ലേറ്റ് ആയി, അതുപോലെ തന്നെ ഹെലികോപ്റ്ററും മറ്റ് ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡ്സ് ലേറ്റ് ആയത് കാരണം മാത്രമാണ് അദ്വാനിജി ഇന്നും ജീവിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ആദ്യം ഇന്ന് രക്ഷപ്പെട്ടത്. അത് കൃത്യമായ ഒരു കൊട്ടേഷൻ തന്നെയായിരുന്നു, അതിന് യാതൊരു തർക്കവുമില്ല. മതപരമായി അവിടെ, അതായത് DMKയും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ജിഹാദിയൊക്കെ അടങ്ങുന്ന ആ UPA മാഫിയയ്ക്ക് അധികാരം തിരിച്ചു കിട്ടിയപ്പോൾ അതിന്റെ ഒരു പവർ അവിടെ വളർന്നു വരുന്ന BJPയോടും ADMKയോടും മറ്റു ഹിന്ദുത്വ ശക്തികളോടും കാണിച്ച് നിങ്ങളെ ഞങ്ങൾ അങ്ങ് പൂശിക്കളയും എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യം അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ മാത്രമല്ല, ഇപ്പൊ ഇന്ന് ഇയാളുടെ ശവോടക്ക ഇതുപോലെ അനുവദിച്ചില്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇതിലെ പ്രതികൾ ആരെങ്കിലും മൊഴി കൊടുക്കുകയാണ്. DMKയും കോൺഗ്രസും പറഞ്ഞിട്ടാണ് ഞങ്ങൾ 98-ൽ ബോംബ് പൊട്ടിച്ചെന്ന് ഈ പ്രതികൾ ആരെങ്കിലും മൊഴി കൊടുത്താൽ, സത്യം പറഞ്ഞാൽ എന്ത് സംഭവിക്കും? തീർത്തും നാറും. ഇന്ത്യ അലയൻസ് കംപ്ലീറ്റ് നാറും. അതുകൊണ്ട് വെറും ബ്ലാക്ക് മെയിലിംഗ് തന്നോണം, വേറെ വഴിയില്ല. തമിഴ്നാട് ഗവൺമെന്റിനോ ഇന്ത്യ അലയൻസിനോ വേറെ വഴിയില്ല. ഇന്ന് ഈ സ്റ്റേറ്റ് ഫ്യൂണറൽ ഇയാൾക്ക് കൊടുത്തില്ലെങ്കിൽ DMKയുടെയും കോൺഗ്രസിന്റെയും ഒക്കെ വോട്ട് ബാങ്ക് കൂടിയല്ലേ പ്രൊഫസർ ഷാൻലി? വോട്ട് ബാങ്ക് മാത്രമല്ല, ജിഹാദി അത് കൃത്യമായിട്ട് വലിച്ചു റോഡിലിടും. ഈ കാര്യങ്ങൾ കംപ്ലീറ്റ് വലിച്ചു റോഡിലിടും. ഈ കൊട്ടേഷൻ, ഈ കോൺഗ്രസിന്റെയും DMKയുടെയും കൊട്ടേഷൻ പിടിച്ചത് അന്ന് കേരളത്തിലെ ജിഹാദിയാണ്. ബോംബോളി എന്നറിയപ്പെടുന്ന ആളാണ് അത് പിടിച്ചത്. പക്ഷെ അയാൾക്ക് അതിന്റെ തെളിവില്ലാത്തതുകൊണ്ട് ശിക്ഷിക്കാൻ പറ്റിയില്ല. ബോംബോളിയാണ് ആ കൊട്ടേഷൻ പിടിച്ചത്. ഇതിന്റെ അകത്ത് കംപ്ലീറ്റ് കേരളത്തിൽ നിന്നുള്ള ജിഹാദികളാണ് ഇതിന്റെ ടെക്നിക്കലും ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തത്. പക്ഷെ അവരെയും പ്രോപ്പറായിട്ട് പിടിക്കാൻ പറ്റിയില്ല. ഈ സംഭവം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞ് ഞാൻ ഇതില് കാരക്കലിനുള്ള ഒരു ട്രെയിനിൽ യാത്ര ചെയ്ത് കോയമ്പത്തൂർ ഇറങ്ങിയിട്ട് എനിക്ക് ബാംഗ്ലൂരിനാണ് പോകേണ്ടത്. ഒരു 2 മണിക്കൂർ വ്യത്യാസമുണ്ട് ആ ട്രെയിനുമായിട്ട്. അപ്പൊ കോയമ്പത്തൂർ ഇറങ്ങി ഒരു ചായ കുടിച്ച് നിൽക്കുമ്പോൾ ഏകദേശം മോർണിംഗ് 4 മണിക്ക് ഇവിടുന്ന് വരുന്ന ഒരു ട്രെയിൻ, മലബാറിൽ നിന്ന് വരുന്ന ഒരു ലേറ്റ് ട്രെയിനിൽ വന്ന ഒരാളെ അവിടെ പോലീസ് പിടികൂടി. ആടുതാടി, വലത്തൊപ്പി, ടിപ്പിക്കൽ ജിഹാദി. അപ്പൊ നെറ്റിയിൽ അടയാളമുള്ള മൃഗം. അവനെ കൃത്യമായിട്ട് പിടികൂടിയിട്ട് പോലീസ് ഒരു അനൗൺസ്മെന്റ് മൈക്കിൽ കൂടെ നടത്തി കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ് ഇത് അറിയുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ 4 ഭാഷ ഒരുപോലെ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോലീസിനെ സഹായിക്കണമെന്ന് പറയും. എനിക്ക് ട്രെയിൻ വരാൻ ഒരു മണിക്കൂർ കൂടെ സമയമുണ്ട് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ. കുർള എക്സ്പ്രസ് ബാംഗ്ലൂർക്കുള്ള വലിയ ബോംബെക്ക് പോകുന്ന ട്രെയിനാണത്. ആ സമയത്ത് അത് 5 മണിക്കാണ് പുറപ്പെടുന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ കോളേജിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, എനിക്ക് 4 ഭാഷ അറിയാം എന്ന് പറഞ്ഞു. പക്ഷെ പോലീസ് അല്ല വന്നത്, മിലിറ്ററിയാണ്. മിലിറ്ററി ഒരുത്തനെ പിടിച്ചിട്ടുണ്ട്, ഈ ജിഹാദിയെ പിടിച്ചിട്ടുണ്ട്. അവരൊരു ഡയറി എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, ഈ ഡയറിക്കകത്ത് ഈ 4 ഭാഷയിലും എഴുതിയിട്ടുണ്ട്. ഇയാളുടെ കയ്യിൽ നിന്ന് ഒരു താക്കോല്, ഒരു ബജാജ് ചേതക് എന്ന് പറയുന്ന ഒരു ബൈക്കിന്റെ അന്നത്തെ കാലത്തുള്ളതാണ്, ഒരു ബൈക്കിന്റെ താക്കോലും ഉണ്ട്. അത് തീപ്പെട്ടിക്കകത്ത് വെച്ച് പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇവനെ ഇങ്ങനെ ഇറങ്ങിയപ്പം സംശയകരമായ സാഹചര്യത്തിൽ പിടികൂടി. ഇവനൊന്നും പറയുന്നില്ല എന്ന് പറയുന്നു. ആകെ ഇവൻ 2-3 ഇടി കൊടുത്തപ്പോൾ ഏതോ ഒരു മദ്രസയുടെ പേര് പറഞ്ഞു, മലപ്പുറത്തുള്ള, അവിടെ പഠിക്കുന്നവനാണെന്ന് പറഞ്ഞു. കഷ്ടിച്ച് ഒരു 23-24 വയസ്സേ ഉള്ളൂ. അപ്പൊ ഈ ഇതിലെ കോഡഡ് ആയിട്ടുള്ള ലാംഗ്വേജിലാണ് എഴുതിയിരിക്കുന്നത്. അതിൽ കൃത്യമായിട്ട് ഞാൻ ഈ 4 ഭാഷ അറിയാവുന്നതുകൊണ്ട് കൃത്യമായിട്ട് ഇതിനകത്ത് പറഞ്ഞു, ഇന്ന സ്ഥലത്ത് ഒരു ബൈക്ക് വെച്ചിട്ടുണ്ട്, ഒരു സ്കൂട്ടർ വെച്ചിട്ടുണ്ട്, അത് എടുത്ത് ഇന്ന സ്ഥലത്ത് കൊണ്ടുപോയി കൊടുക്കണം, അതാണ് മെസ്സേജ്.
മേ ബി അതിൻ്റെ അകത്ത് വല്ല പറക്കോ വല്ലതും കാണാം, അത് നിങ്ങൾ നോക്കിക്കോണമെന്ന് പറഞ്ഞു. അവരന്നേരം അവനെ പൊയ്ക്കൊണ്ട് പോയി. അതായത് ഇത് അവിടുത്തെ ഒറ്റപ്പെട്ട സംഭവമല്ല. കേരളത്തിൽ നിന്ന് കേരള ബന്ധമുള്ള ജിഹാദികളാണ് ഈ പരിപാടി അവിടെ ആസൂത്രണം ചെയ്തതും നടപ്പിലാക്കിയതും. അത് അവിടെയുള്ള കൃത്യമായിട്ട് ഹിന്ദു സമൂഹം ബിസിനസ്സുകാർക്കെതിരെ നടത്തിയ ഒരു പരിപാടിയാണ്. അതെല്ലാം പിന്നീട് ആ കാര്യങ്ങളെല്ലാം ഇതിന്റെ ഗൂഢാലോചനയുടെ പുറകിലേക്ക് പോകാനോ ഒന്നും അന്വേഷണ ഏജൻസികൾക്ക് പറ്റിയില്ല. അത് കറക്റ്റായിട്ട് ചെയ്തിരുന്നെങ്കിൽ കേരളത്തിലെ ജിഹാദികളും കേരളത്തിലെ കുറെ രാഷ്ട്രീയക്കാരും, കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും DMKയും ഒക്കെ അടങ്ങുന്ന രാഷ്ട്രീയക്കാരും കൂടെ അകത്തു പോയേനെ. ഇന്ന് ആ രാഷ്ട്രീയക്കാർ ഒരു പ്രത്യുപകാരം ചെയ്തിരിക്കുകയാണ് ഇയാൾക്ക്. അല്ലെങ്കിൽ ഇയാളുടെ സൗജന്യത്തിലാണ്, ഈ മരിച്ചുപോയ ഭാഷയുടെ സൗജന്യത്തിലാണ് ഇന്ന് തമിഴ്നാട് ഗവൺമെന്റും ഇന്ത്യ അലയൻസും ഒക്കെ നിലനിൽക്കുന്നത്. ഭാഷയ്ക്ക് ഈ രീതിയിലുള്ള സ്റ്റേറ്റ് ഫ്യൂണറൽ നിഷേധിച്ചാൽ മുടുമുണ്ടില്ലാതെ തമിഴ്നാട്ടിലെ DMKയും കോൺഗ്രസും നേതാക്കന്മാരും നിൽക്കേണ്ടി വരും. അവരുടെ മുഴുവൻ മുഖംമൂടി നിലത്ത് വീഴും. അതാണ് അവസ്ഥ. അത്രയ്ക്ക് അതായത് ഇതിൻ്റെ അകത്തെ മതപരമായ കൊട്ടേഷനെയോ രാഷ്ട്രീയപരമായ കൊട്ടേഷനെയോ നിഷേധിക്കാൻ പറ്റത്തില്ല. ഇത് രണ്ടും അതിൻ്റെ അകത്തുണ്ട്. അഹമ്മദ് സാറിന് ഇത് വെരിഫൈ ചെയ്യാം. ഇതിന്റെ ബാക്കി കാര്യങ്ങൾ ഞാൻ അഹമ്മദ് സാറിനോട് പറയാം. അഹമ്മദ് സാർ പറഞ്ഞതിന്റെ അകത്ത് ഒരു ഫാക്ച്വൽ എറർ ഉണ്ട്. അല്ലാതെ ഇതൊരു ദേശവിരുദ്ധത, ഇന്ത്യ വിരുദ്ധത മാത്രമല്ല ഉള്ളത്. അതിൻ്റെ അകത്ത് ഹിന്ദു വിരുദ്ധതയുണ്ട്, BJP വിരുദ്ധതയുണ്ട്, എല്ലാം ഉണ്ട്. ഒരു വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ആക്ഷനാണ്. നിവൃത്തിയില്ലാതെയാണ് ബോംബോളിയൊക്കെ EK നായനാർ പിടിച്ച അവസാനം കേന്ദ്രത്തിന് കൊടുക്കേണ്ടി വന്നത്. ബോംബോളിയൊക്കെ അങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് പിടിക്കപ്പെട്ടത്. അതുകൊണ്ട് അതുകൂടെ മനസ്സിലാക്കുക. ഓക്കെ ആന്റണി സാറേ, ഇത് ഇനി ഭരണകൂടത്തിനെതിരെ നടപടി വല്ലതും വരുമോ? ജില്ലാ പോലീസ് സൂപ്രണ്ടിനെതിരെയോ അല്ലെങ്കിൽ ജില്ലാ കലക്ടർക്കെതിരെയോ ഉത്തരവാദപ്പെട്ടവർ ഇത് വളരെ ലാഘവത്തോടെ കണ്ടു എന്നതിൻ്റെ പേരിൽ കേന്ദ്രത്തിൽ നിന്ന് നടപടി വരാനുള്ള സാധ്യതയുണ്ടോ? അതായത് നമ്മുടെ സ്റ്റേറ്റ് രാഷ്ട്രീയമാണ് നമുക്കറിയാവുന്നത്. കാരണം തമിഴ്നാട് രാഷ്ട്രീയം എങ്ങനെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് അത്രയ്ക്ക് പരിജ്ഞാനം പോരാ. പിന്നെ ഇപ്പം ഈ പറഞ്ഞതനുസരിച്ച് ദേശവിരുദ്ധതയും ഈ പറഞ്ഞ തീവ്രവാദവും എല്ലാം ഇതിനകത്ത് ഉണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ കേരളവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ കോയമ്പത്തൂര്. കാരണം വളരെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ. അപ്പൊ ഇതിൽ ആരുടെ പേരിൽ നടപടി വരുമെന്നൊന്നും നമുക്ക് പറയാനൊക്കില്ല. കാരണം ഇതൊരു ചൂണ്ടുപലകയാണ്. ഇതിൽ നിന്ന് ഇന്റലിജൻസ് ഏജൻസികൾ, അപ്പൊ സ്റ്റേറ്റിന്റെ ആയാലും സെൻട്രലിന്റെ ആണെങ്കിലും കേരളത്തിന്റെ ആണെങ്കിലും ഒക്കെ ഇന്റലിജൻസ് ഏജൻസികൾക്ക് ഒരുപാട് സന്ദേശങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് സൂചനകൾ തരുന്ന ചില നീക്കങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട്, അല്ലെങ്കിൽ ഇതിലൂടെ നമുക്ക് വെളിവാകുന്നു. അത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക. ഇതിൽ ആരൊക്കെ വന്നു, എങ്ങനെ പോകുന്നു എന്നുള്ളത് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അല്ലാതെ ഇത് തീവ്രവാദ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടതാണ്. അല്ലാതെ പൊതുവായി അടച്ചാക്ഷേപിക്കുന്ന ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനകത്ത് രാഷ്ട്രീയ വശങ്ങൾ ഉണ്ടാകാം. ഇനി വരാൻ പോകുന്ന തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ പ്രത്യേക രീതികളും എല്ലാം ഉണ്ടാവാം. അതെല്ലാം കൂടെ മനസ്സിലാക്കി, അല്ലെങ്കിൽ അത് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കിയെങ്കിൽ മാത്രം നമുക്കത് പറയാൻ പറ്റൂ. അത് രാഷ്ട്രീയമാണ്, തമിഴ്നാട് രാഷ്ട്രീയമാണ്. ഓക്കെ, യെസ്. അഹമ്മദ് മാഷ് പറഞ്ഞത് ഇതിനെ മതവുമായിട്ട് കൂട്ടിക്കുഴക്കണ്ട, അങ്ങനെ ആ രീതിയിലുള്ള ഒരു വീക്ഷണകോണിലൂടെയാണല്ലോ താങ്കൾ അവതരിപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയതിനാ? ജോസഫ് മാഷിനോട് വ്യക്തി വിരോധം തീർക്കാനായിരുന്നില്ല കൈവെട്ടിയത്. മാഷിൻ്റെ ഭാഗത്ത് നിന്ന് നബി നിന്ദ ഉണ്ടായി എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ, അതാണല്ലോ പ്രകോപനത്തിന് ആധാരം. അതും അദ്ദേഹം കോട്ട് ചെയ്തതാണ്, ഒരു പുസ്തകത്തിൽ നിന്ന് കോട്ട് ചെയ്ത് എഴുതിയതാണ്. അതിൻ്റെ ഉത്തരവാദി ജോസഫ് മാഷയല്ല. പക്ഷേ എങ്കിലും അവിടെ മാഷിൻ്റെ കൈവെട്ടാൻ പ്രേരിപ്പിച്ചത് അത് അവർ പ്രതിനിധാനം ചെയ്യുന്ന മതത്തിന് നേരെ ഒരു പരാമർശം, തെറ്റായ പരാമർശം ഉണ്ടായി, നബിക്ക് എതിരെ ഒരു പരാമർശം ഉണ്ടായി. അതുകൊണ്ടാണല്ലോ ഇമ്മീഡിയറ്റ്ലി അങ്ങനെ ഒരു ക്ഷിപ്രകോപത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായത്. അതെ അനിൽ സാറേ, ഇതിൽ എൻ്റെ കൺസേൺ ഞാൻ സൂചിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്. ജോസഫ് മാസ്റ്റർ കൈവെട്ടിയ പോപ്പുലർ ഫ്രണ്ടുകാർ, നമ്മൾ ഏത് പക്ഷത്താണ് നിൽക്കുന്നത്? ഏതാണ് പോപ്പുലർ ഫ്രണ്ടുകാർ ചെയ്തത് തെറ്റാണെന്നോ, അതോ ലോകത്തിലെ ഇസ്ലാം മുഴുവനും ജോസഫ് മാസ്റ്റർ കൈവെട്ടിയ പോപ്പുലർ ഫ്രണ്ടുകാരുടെ ഒപ്പമാണെന്ന് നമ്മൾ വിശ്വസിക്കണോ? അതല്ല പോപ്പുലർ ഫ്രണ്ടിനെ ഒറ്റപ്പെടുത്തിയിട്ട് തീവ്രവാദത്തെ തകർക്കണോ? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണിത്. SA ഭാഷയെ നമുക്ക് നേരിടണം, അബ്ദുൽ നാസർ മദനിയെ നമുക്ക് നേരിടണം. ഇവിടുത്തെ ഇസ്ലാം മതത്തിലെ വിവരവും വിദ്യാഭ്യാസവും ഉള്ളവർ, മതപണ്ഡിതർ എന്തുകൊണ്ട് ഇതിനെയൊന്നും പൂർണ്ണമായി തള്ളിപ്പറയുന്നില്ല? അങ്ങനെയൊന്നുമല്ല സാർ, അങ്ങനെയൊന്നുമല്ല. എല്ലാ മതസംഘടനകളും കഴിയുന്നത്ര ഇവിടുത്തെ
അല്ല, നമ്മൾ പലതും കാണാത്തത് കൊണ്ടാണ്. പരമാവധി അവരൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത്രയേ ഉള്ളൂ. എസ് എ ഭാഷയെ വലിയ തോതിൽ വാഴ്ത്തിക്കൊണ്ട് മരണാനന്തര കർമ്മങ്ങൾ നടത്തിയത് ഇന്ത്യയിലെ മുഴുവൻ ഇസ്ലാമിന്റെ ഉത്തരവാദിത്തമാണെന്ന് പറയണോ, അതല്ല അത് ഇസ്ലാമിനോട് ചെയ്ത വലിയ പാതകമാണെന്ന് പറയണോ? ജോസഫ് മാഷ് കൈവെട്ടിയത് ഇന്ത്യയോട് മാത്രമല്ല ഇസ്ലാമിനോട് തന്നെയും ചെയ്ത അക്രമമാണെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ദേശീയ ബോധം ഇസ്ലാമിനെ വിശ്വാസത്തോടെ എടുക്കണം. പാവങ്ങളായ മുസ്ലിങ്ങളെ അക്രമികളല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ഒരു കാര്യം ഓർത്തു നോക്കൂ. ഇപ്പൊ സാറ് നേരത്തെ വിദ്യാസാഗർ സാറ് തന്നെ പറഞ്ഞല്ലോ, ഇപ്പോ മദ്രസയിലൂടെ കടന്നു വന്ന എല്ലാവരും, മദ്രസയിലൂടെ കടന്നു വന്ന ഒരാളുടെ പേരാണ് കഴിഞ്ഞ ദിവസം മരിച്ച സാക്കിർ ഹുസൈൻ. അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് അല്ലാരഖ, ഉസ്താദ് അല്ലാരഖ. കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ മുമ്പിൽ മരണം വരെ ഷഹനായി വായിച്ചുകൊണ്ട് മരിച്ചുപോയ മനുഷ്യര്, ഉസ്താദ് ബിസ്മില്ല ഖാൻ, എത്രയോ പേര്. ഇവരൊക്കെ ഈ രാജ്യത്തിന് വേണ്ടി ദേശസ്നേഹത്തിന്റെ പേരിൽ മാത്രം ദേശാഭിമാന പ്രചോദിതരായി മരിച്ചുപോയ എത്രയോ പേർ. അതുകൊണ്ട് നമ്മൾ കാണേണ്ടത് ഇന്ത്യയുടെ മക്കളായി ഇന്ത്യൻ സംസ്കാരത്തോടും ഇന്ത്യൻ ദേശീയതയോടും ആദരവോടുകൂടി ജീവിച്ചു മരിച്ചുപോയ എത്രയോ മനുഷ്യരുടെ നാടാണ് ഇന്ത്യ എന്നാണ്. അവരും കൂടി ദേശീയതയുടെ ഭാഗമാണ്. അവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഈ നാടിനെ നശിപ്പിക്കുന്ന, നാട്ടിൽ അക്രമം കാണിക്കുന്ന, ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട എല്ലാ ഭീകരവാദികളെ ഒറ്റപ്പെടുത്താൻ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് മുസൽമാനെ വിശ്വാസത്തിലെടുക്കുകയാണ്, മുസ്ലിം കമ്മ്യൂണിറ്റിയെ വിശ്വാസത്തിലെടുക്കുകയാണ് വേണ്ടത്. സമാധാന പ്രേമികൾ. ഇപ്പോൾ സൂഫിസത്തിൽ എല്ലാത്തിലും തട്ടിപ്പുകാരുണ്ടാവും, എല്ലാത്തിനെയും ആക്ഷേപിക്കുന്നവരുണ്ടാകും, എല്ലാത്തിനെയും തകർക്കുന്നവരുണ്ടാകും. അപ്പോഴും ഒരു ദേശത്തിന്റെ താല്പര്യം, സമാധാനം, ദേശസുരക്ഷ തുടങ്ങിയ അജണ്ടകളെ മുൻനിർത്തിയിട്ട് ഈ രാജ്യത്ത് ജീവിക്കുന്ന മനുഷ്യർ, അതാണല്ലോ എനിക്ക് തോന്നുന്നത് സാംസ്കാരികമായ ദേശീയത എന്ന് പറയുന്നത്. അല്ലാതെ വിശ്വാസത്തിന്റെ പേരിൽ ആരെങ്കിലും ശത്രുവായി പ്രഖ്യാപിക്കുന്നതാണോ ഞാൻ മനസ്സിലാക്കുന്ന സാംസ്കാരിക ദേശീയത? അതല്ല. ഒരു കൾച്ചർ, ഇവിടെ പിറന്നു വീണ എല്ലാ പുൽക്കൊടിക്കും ഉണ്ടായിരിക്കേണ്ട ഒരു ഭാരതീയ സംസ്കാരമുണ്ട്. ആ സംസ്കാരം സമാധാനത്തിൻ്റെതാണ്, അത് ഇൻക്ലൂസീവാണ്. അത് രാജ്യത്തെ മുഴുവൻ മനുഷ്യരെയും ജാതിക്കും മതത്തിനും അതീതമായി സ്നേഹിക്കുന്ന മുസൽമാൻ ഉൾപ്പെടെയുള്ള മനുഷ്യരുടെ സംസ്കാരമാണ്. അങ്ങനെ കാണാൻ നമുക്ക് പറ്റണ്ടേ? ഇതാണ് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം. ഇതിനെ മദ്രസയിൽ ചേർന്നുപോയി എത്രയോ കാലമായിട്ട്. ഞാൻ ഇപ്പൊ എനിക്ക് അനിൽ നമ്പ്യാർക്ക് അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത്, സ്റ്റാൻലി സെബാസ്റ്റ്യൻ സാറിന് അറിയാം, വിദ്യാസാഗർ സാറിനും അറിയാമായിരിക്കും. മദ്രസ വിദ്യാഭ്യാസം കൊണ്ട് നമ്മുടെ ദേശീയ ധാരയിൽ നിന്ന് മുസ്ലിങ്ങളെ മാറ്റി നിർത്താൻ കാരണമാകുന്ന ധാരാളം ചെയ്തികൾ, ധാരാളം ഇൻഗ്രീഡിയൻസ്, ധാരാളം കരിക്കുലം മദ്രസ പാഠപുസ്തകങ്ങളുണ്ട്. മദ്രസകൾ തന്നെ പരിഷ്കരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് നമ്മൾ നിരന്തരമായിട്ട് പറയുന്നുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇസ്ലാമിന്റെ ടെക്സ്റ്റിൽ തന്നെ അന്യമത വിദ്വേഷം പറയുന്നുണ്ട്. അത് വസ്തുതയാണ്. അത് പറയുന്നതിന് പറ്റുന്ന 2-3 വ്യാഖ്യാനങ്ങൾ. ഒന്ന് ഈ ഒരാവശ്യവുമില്ലാത്ത ഹദീസുകൾ വലിയ തോതിൽ സ്വീകരിക്കപ്പെടുന്നുണ്ട്. ഹദീസുകളെ ആവശ്യമില്ല എന്ന് പറയുന്നവരുണ്ട്. ഈ നേരത്തെ വിദ്യാസാഗർ സാർ പോയോന്ന് എനിക്കറിയില്ല, അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ടല്ലോ, ഇസ്ലാമിന് പുറത്തുള്ള അഹമ്മദിയാക്കൾ മാത്രമല്ല ശ്രീകൃഷ്ണനെയും ശ്രീരാമനെയും പ്രവാചകന്മാരായി അംഗീകരിക്കുന്നത്. ആദ്യമായി ഖുർആന്റെ പരിഭാഷ എഴുതിയ CN അഹമ്മദ് മൗലവി കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ശ്രീബുദ്ധനും ശ്രീരാമനും ശ്രീകൃഷ്ണനും പ്രവാചകന്മാരാണ്. 1,24,000 പ്രവാചകന്മാരുണ്ട് എന്ന് ഇസ്ലാം വിശ്വസിക്കുന്നു. അതിൽ 25 പേരുടെ പേര് മാത്രമേ ഖുർആനിലുള്ളൂ. മറ്റുള്ളവരെയൊക്കെ അന്വേഷിച്ചു പോയാൽ ലോകത്തിലെ എല്ലാ പരിഷ്കർത്താക്കളായ നവോത്ഥാന നായകന്മാരായ മനുഷ്യരെയും പ്രവാചകന്മാരായിട്ട് കാണാൻ പറ്റും. അങ്ങനെ പോകുമ്പോൾ എവിടെയാണ് ശ്രീരാമൻ പ്രവാചകനാണെങ്കിൽ, ഇസ്ലാമിന്റെ തന്നെ പ്രവാചകനാണെങ്കിൽ, ശ്രീകൃഷ്ണൻ ഇസ്ലാമിന്റെ പ്രവാചകനാണെങ്കിൽ, ശ്രീബുദ്ധൻ ഇസ്ലാമിന്റെ പ്രവാചകനാണെങ്കിൽ എവിടെയാ സംഘർഷം? ആ സംഘർഷമില്ലാത്ത ഒരു ഇന്ത്യയല്ലേ നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്? അതിന് വേണ്ടത് അങ്ങനെ പറയുന്ന ഇസ്ലാം ഉണ്ടോ എന്ന് അന്വേഷിക്കണ്ടേ? ആലോചിച്ചു നോക്ക്, എത്ര പേര് അങ്ങനെയുണ്ട്. സർവമത സത്യവാദം ഖുർആനിൽ എന്ന പുസ്തകം എഴുതിയതിനാണ് ചേകന്നൂർ മൗലവി കൊല്ലപ്പെട്ടത്. സർവവേദ സത്യവാദം എന്ന പുതിയ ചിന്താ പദ്ധതിയുമായി, പുതിയതല്ല, അതാണ് ഭാരതീയം, ആ ചിന്താ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്ന ഇസ്ലാമിക പണ്ഡിതനാണ് CH മുസ്തഫ മൗലവി. അങ്ങനെയുള്ളവരൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ പറയാണ് എല്ലാവരും ഭാഷമാരാണ്, മദ്രസയിൽ പഠിച്ചോ അവൻ തീവ്രവാദിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിൽ തീവ്രവാദം ഇല്ലാത്ത ഒരു മതം ഏതാ എടുത്തോളൂ? ആലോചിച്ച് നോക്കൂ. ഒരു ഉറുമ്പിനെ പോലും നോവിക്കരുത് എന്ന് പഠിപ്പിച്ച ശ്രീബുദ്ധന്റെ പേരിലല്ലേ ഇന്ന് ലോകത്തിലെ ഒട്ടും മോശമല്ലാത്ത ഭീകരവാദം ഉള്ളത്? എന്താ മ്യാൻമറിലെ തീവ്രവാദം? എന്താ ശ്രീലങ്കയിലെ തീവ്രവാദം? ആലോചിച്ച് നോക്കൂ. ക്രിസ്തുദേവന്റെ പേരിൽ എന്തുമാത്രം തീവ്രവാദികൾ ലോകത്തുണ്ട്. സിപാഹെ മസീഹ, ഞാൻ ഉദാഹരണങ്ങൾ ഇഷ്ടം പോലെ പറയാം. പാകിസ്ഥാനിലെ ഏറ്റവും മോശമല്ലാത്ത ന്യൂനപക്ഷ തീവ്രവാദത്തിന്റെ പേരാണ് പാകിസ്ഥാനിലെ ന്യൂനപക്ഷ തീവ്രവാദം. എല്ലാ മതത്തിനകത്തുണ്ടെന്നേ, എല്ലാ മതത്തിനും. സിഖ് തീവ്രവാദം ഇന്ന് ഇന്ത്യക്ക് ഏറ്റവും വലിയ ഭീഷണി. ലോകം മുഴുവൻ നടന്നിട്ട് അമേരിക്കയിലും കാനഡയിലും ഒക്കെ ഒളിച്ചിരുന്നിട്ട് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഭീകരവാദിയുടെ പേര് സിഖ് തീവ്രവാദം എന്നല്ലേ? ഇങ്ങനെ നോക്കാൻ പോയാൽ നമുക്ക് ഒരാളെയും ഒഴിച്ചു നിർത്താൻ പറ്റില്ല. പകരം
സിഖുകാരനായി പിറന്നുപോയത് ഒരു മനുഷ്യന്റെ കുറ്റമല്ല. അവനെ ഈ ദേശീയധാരയോട് ചേർത്ത് നിർത്തിക്കൊണ്ട് സിഖ് മതത്തിൽ തീവ്രവാദികളുണ്ടോ, അവരെ ഒറ്റപ്പെടുത്തണം. അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? അതല്ലേ രീതി. ബുദ്ധന്റെ മതത്തെയും ബുദ്ധന്റെ സംസ്കാരത്തെയും നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഇതല്ല മക്കളെ ബുദ്ധന്റെ ദർശനം എന്ന് പഠിപ്പിച്ചുകൊണ്ട് ബൗദ്ധ തീവ്രവാദികളെ നമുക്ക് ഒറ്റപ്പെടുത്തണം. അങ്ങനെയല്ലേ ഒരു തീരുമാനം. അതുകൊണ്ട് തന്നെ പ്രസ്താവനകൾ അല്ലെങ്കിൽ ഇടപെടലുകൾ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചവരിൽ നിന്ന് ഉണ്ടാവുന്നില്ല. അത് ഖേദകരമാണ് മാഷേ. അത് കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രതിഭാസം. തീർച്ചയായിട്ടും ഉണ്ടാവണം. ഞാൻ പറയുന്നത് അനിൽ സാറെ എനിക്ക് ഒരു മിനിറ്റ് കൂടി തരൂ. ഞാൻ ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ. അതുണ്ടാവണം, ന്യായമാണ്. അനിൽ സാർ പറയുന്നത് ന്യായമാണ്. കുറെ കൂടി ഒച്ചത്തിൽ പലപ്പോഴും അവർക്ക് നമ്മൾ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. ദേശീയ മുസൽമാൻ എന്താണ് വോയിസ് ഇല്ലാത്തത്, ദേശീയ മുസൽമാൻ എന്തുകൊണ്ടാണ് വോയിസ് ഇല്ലാത്തത് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അവർക്ക് വോയിസ് ഉണ്ടാവണം, അവർക്ക് കുറെ കൂടി സ്പേസ് കിട്ടണം, അവരുടെ ശബ്ദം ഉച്ചത്തിൽ കേൾക്കണം. ശരിയാണ്. അങ്ങനെയാണെങ്കിൽ മറിച്ചൊരു ചോദ്യം കൂടി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ സംയമനത്തോടെ കേൾക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഈ തീവ്രവാദത്തെ തരാതരം പോലെ വളർത്തുന്നതിലും സഹായിക്കുന്നതിലും നമ്മളിപ്പോ ദേശീയതയുടെ പക്ഷത്ത് ഉറച്ചു നിൽക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരുണ്ടായിട്ടുണ്ടോ? ഒറ്റ കാര്യമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. 30 കൊല്ലമായി ഒരു അസ്ഥികഷ്ണം പോലും കാണാനില്ലാത്ത വിധം ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ഇരയായി തീർന്ന ഈ ഒരാളുണ്ടായിരുന്നു മലപ്പുറത്ത്. അദ്ദേഹത്തിന്റെ പേര് അബുൽ ഹസൻ ചേകനൂർ മൗലവി എന്ന പേരിലുള്ള ചേകനൂർ മൗലവിയ. ചേകനൂർ മൗലവിയുടെ കേസ് CBIക്ക് വിട്ടപ്പോൾ ആരായിരുന്നു അനിൽ സാറെ കേന്ദ്രം ഭരിച്ചത്? വാജ്പേയി ആയിരുന്നല്ലോ. ആ കേസിലെ പ്രതികളായ മൗലാനമാരോട് സംഭാവന വാങ്ങിയ നേതാക്കന്മാർ ആരാണ് കേരളത്തിൽ ആ കാലത്ത്? ഇതൊക്കെ നമുക്ക് വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അതുകൂടി ചേർത്ത് പറയേണ്ടി വരും. ഞാൻ വളരെ സാഹസികമായി ഉന്നയിച്ചു കൊണ്ടുവന്ന ഒരു പ്രശ്നം ഇന്നിപ്പോ കേരള നിയമസഭയിൽ പോലും വന്നിട്ടുണ്ട്. അത് മാധവിക്കുട്ടിയുടെ മതം മാറ്റ പ്രശ്നത്തിൽ സമദാനി വഹിച്ച പങ്കാണ്. ആരായിരുന്നു അനിൽ നമ്പ്യാരെ? പ്ലീസ് ഒന്ന് പറഞ്ഞു കൊടുക്കൂ. ആരായിരുന്നു സമദാനിയുടെ വക്കീല്? എന്നെ കൊണ്ട് അധികം ഒന്നും പറയിപ്പിക്കണ്ട. അതുകൊണ്ട് രാഷ്ട്രീയമാകട്ടെ മതപരമാകട്ടെ ദേശവിരുദ്ധമായ താല്പര്യങ്ങൾക്ക് വേണ്ടി കൂട്ടുനിൽക്കുന്ന പല ശക്തികളും രാജ്യത്തുണ്ട്. എല്ലാവരും സ്വയം ഒന്ന് കറക്റ്റ് ചെയ്താൽ രാജ്യം രക്ഷപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, എന്തായാലും വളരെ പോസിറ്റീവായിട്ട് തന്നെ നമുക്ക് ചിന്തിക്കാം, പ്രവർത്തിക്കാം. ഭാഷമാരെ സൃഷ്ടിക്കുന്ന ഇത്തരം സാഹചര്യങ്ങൾ ജില്ലാ ഭരണകൂടം അറിഞ്ഞുകൊണ്ട് ഉണ്ടാക്കി കൊടുക്കരുത്. ഇന്ന് DMK വക്താവ് ഇളങ്കോവൻ പ്രതികരിച്ചത് വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ വിഷയം എന്നാണ്. പക്ഷേ അത് അങ്ങനെയല്ല. ഇത്തരം നടപടികളെ വളരെ ഗൗരവ സ്വഭാവത്തോടു കൂടി തന്നെ ഉൾക്കൊള്ളേണ്ടതാണ്. ജന ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും.